afternoon, Miss. And good afternoon, all of you. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. കഴിച്ചു എല്ലാവരും Good afternoon, ma'am. ഫുഡ് കഴിച്ചിട്ടാണോ ക്ലാസ്സിൽ കയറിയിരിക്കുന്നത്? Food ഒക്കെ കഴിച്ചു. ഓക്കെ. കഴിച്ചു ഞാൻ കഴിച്ചു. Okay. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ സ്ട്രെങ്ത് അത്രയും ഇല്ലല്ലോ ഇന്നലത്തെ പോലെ. കുറച്ചധികം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നല്ലോ, വരുന്നുള്ളൂ അല്ലേ? ഓക്കെ. യെസ്, അപ്പൊ നമ്മള് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഏകദേശം ലാസ്റ്റ് ഭാഗത്താണ്. അക്കോർഡിംഗ് ടു ദ സൈസ്, ലെവൽ ഓഫ് കെയർ, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്, അങ്ങനെ പല ബേസിസില് ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മള് പറഞ്ഞു. അടുത്ത നമ്മുടെ ഫിഫ്ത്ത് ക്ലാസിഫിക്കേഷൻ ആണ് സിസ്റ്റം ഓഫ് മെഡിസിൻ, അല്ലെ? കറക്റ്റ് വരുന്നവര് ലാസ്റ്റ് ഭാഗത്ത് നമ്മളിത് കുറച്ച് പറഞ്ഞിട്ട് പോയി, അപ്പോഴേക്കും സമയം തീർന്നുപോയി. Okay, so let's discuss about what is the classification of hospital according to the medicine. അപ്പൊ മെഡിസിൻ കൊടുക്കുന്ന മെഡിസിന്റെ ബേസിസിലും ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലൈക്ക് അലോപ്പതി. ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും. ഓക്കെ, അപ്പൊ നമ്മൾ അലോപ്പതി ഇംഗ്ലീഷ് മരുന്ന് നമ്മൾ സാധാരണ പറയും അലോപ്പതി, അതാണ് അല്ലെ? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടിയിട്ട് ഓരോ കാർഡിയാക്ക്, അതുപോലെ അങ്ങനെ ഓരോ ഇതൊക്കെ വെച്ചിട്ടുള്ള ഹോസ്പിറ്റൽസ്, ആയുർവേദ ഹോസ്പിറ്റൽസ് ഉണ്ട്, അങ്ങനത്തെ ഹോമിയോപ്പതി ഹോസ്പിറ്റൽസ് ഉണ്ട്, യുനാനി ഹോസ്പിറ്റൽസ് ഉണ്ട്. എന്താ യുനാനി ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യുനാനി ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാലേ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ചില ട്രീറ്റ്മെന്റ് രീതികളാണ് അവിടെ നടക്കുക. അതായത് പരമ്പരാഗതമായിട്ട് ലൈക്ക് യൂസിങ് നമ്മുടെ മണ്ണ്, വാട്ടർ, അങ്ങനെ ഹീറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഉള്ള ഒരു ചികിത്സാ രീതി, അതാണ് യുനാനി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ കൊടുക്കുന്ന അങ്ങനത്തെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ്, ദാറ്റ് ഈസ് കോൾഡ് യുനാനി ഹോസ്പിറ്റൽസ്. അപ്പൊ ഇങ്ങനെയുള്ള സിസ്റ്റം ഓഫ് മെഡിസിൻ, വിച്ച് ടൈപ്പ് ഓഫ് മെഡിസിൻ ദേ ആർ പ്രൊവൈഡിങ്. According to that, hospitals are divided or classified into allopathy hospital, Ayurveda hospital, homeopathy hospital, Unani hospital. അല്ലെ? ഇനി ഈ പറയുന്ന പോലെ യുനാനിയും അതുപോലെ ഹോമിയോപ്പതി, നമ്മുടെ ആയുർവേദമൊക്കെ കൂടുതൽ ആളുകൾ അതില് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിലാണ് കൂടുതൽ ആളുകൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്നത്. വളരെ അധികം നമ്പർ ഓഫ് ഹോസ്പിറ്റൽസ് ഒന്നും അങ്ങനത്തെ ഇവിടെ നമ്മുടെ നാട്ടിലൊന്നും ഇല്ല എങ്കിലും, പക്ഷെ we can see some increasing interest for those who are availing the treatment in such system of medicine. ഇത്തരം ഇതിലേക്കൊക്കെ ആളുകൾ പോകുന്ന രീതി, അതായത് കൂടുതലും ചില ആളുകളിൽ തോന്നുന്ന ഒരു രീതി എന്ന് പറയുന്നത്, അവർക്ക് തോന്നും ഈ പറയുന്ന പോലെ അലോപ്പതി മെഡിസിൻസ് ഒക്കെ നമ്മൾ അധികം കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് we may have got some diseases, അല്ലെ? ചില സൈഡ് ഇഫക്റ്റുകളൊക്കെ ഉണ്ടാകാം. അത് നമ്മളുടെ സ്പൈനൽ, അതുപോലെ കിഡ്നി, അതുപോലെ ബ്രെയിൻ, ചില അതിനെയൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ ചില രോഗങ്ങളൊക്കെ എഫക്ട് ചെയ്യാം എന്നുള്ള ആ ഒരു ധാരണ കൊണ്ടാകണം കൂടുതലും ആളുകൾ ഈ പറയുന്ന പോലെ ആയുർവേദ, മറ്റ് എന്താ പറയാ ഹോമിയോപ്പതി ഇതിലേക്കൊക്കെ പോകുന്നത്. ചില ആളുകൾ യുനാനി ട്രീറ്റ്മെന്റുകളൊക്കെ, നമ്മൾ അത്ര ഫെമിലിയർ അല്ല യുനാനി ട്രീറ്റ്മെന്റ്, പക്ഷെ ഒരു പാരമ്പര്യ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് രീതിയാണത്. ഓക്കെ, അപ്പൊ സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിസിൽ ഹൗ ദ ഹോസ്പിറ്റൽസ് ആർ ക്ലാസിഫൈഡ്, എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഏതൊക്കെയാണത്? വെക്കുണ്ടോ? പറയും ഏതൊക്കെയാണ്? Hospitals are classified as allopathy hospitals, Ayurveda hospitals, homeopathy, Unani hospitals. Okay. അതാണ്. അപ്പൊ അത്തരം ഹോസ്പിറ്റലുകൾ
രീതിയിലാണ് പല പേരില് ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെ. ഓണർഷിപ്പ് ബേസിസ് നമ്മൾ പറഞ്ഞു, സൈസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, വലിപ്പത്തിന്റെ സ്മോൾ, മിഡ് സൈസ് ആൻഡ് ലാർജ് ഹോസ്പിറ്റൽസ് അല്ലെ. അതുപോലെ തന്നെ നമ്മള് പബ്ലിക് ഹോസ്പിറ്റൽ ആൻഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ പറഞ്ഞു. ഓണർഷിപ്പിന്റെ ബേസിസിന് ആര് ഉടമസ്ഥതയിൽ വെച്ചിരിക്കുന്നു എന്നതിന്റെ ബേസിസിൽ ഗവൺമെന്റിന്റെ ഇടാം, സ്റ്റേറ്റ്, സെൻട്രൽ ഗവൺമെന്റ് അങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിസിലും ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റം ഓഫ് മെഡിസിനിലെ ക്ലാസിഫിക്കേഷൻ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. സോ നമ്മൾ അണ്ടർലൈൻ ചെയ്യാം. ഇൻ ദ മോഡേൺ വേൾഡ് അലോപ്പതി ഈസ് മെയിൻലി യൂസ്ഡ് ആസ് എ സിസ്റ്റം ഓഫ് മെഡിസിൻ and also however in India Ayurveda, homeopathy, Unani are also acknowledged system of medicine and preferred by many people. അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? Any doubt? ഡൗട്ട് ഉണ്ടോ ഈ ഭാഗത്ത്? ഇല്ലല്ലോ, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഇത് ഇന്നലെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഹറിബറിയിൽ ഇങ്ങനെ പെട്ടെന്ന് പോകുന്ന സമയത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. മാത്രമല്ല നമ്മുടെ കൊച്ചുങ്ങളൊക്കെ വീണ്ടും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് തുടങ്ങിയപ്പോൾ 47 ആയിരുന്നു. ഇപ്പൊ 70 എത്ര പേരായി? 70 സംതിങ് അങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അതെന്താണ് എന്ന് പറഞ്ഞത്? പേജ് നമ്പർ ആണോ പറയുന്നത്? 83. ഓക്കെ, ഇത് 104 ആണ് തോന്നുന്നത്. എന്റെ കട്ടില് അങ്ങനെ പെട്ടതുപോലെയാണ് തോന്നിയത്. ഒരു സെക്കൻഡ് കേട്ടോ, ഒരൊറ്റ സെക്കൻഡ്. ഒരു സോറി കേട്ടോ, ഒരു കോള് അത് ഓഫീസിൽ നിന്നാണ്, അതുകൊണ്ടാണ് അറ്റൻഡ് ചെയ്തത്. വേറെ നമ്മുടെ പേഴ്സണൽ കോളാണെങ്കിൽ അറ്റൻഡ് ചെയ്യില്ലായിരുന്നു. ഓഫീസിൽ എമർജൻസി ആകുമ്പോൾ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചിട്ടാണ് അറ്റൻഡ് ചെയ്തത് കേട്ടോ. ആൻഡ് ഇനി ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. അക്കോർഡിംഗ് ടു ദ ലെങ്ത് ഓഫ് സ്റ്റേ ഇൻ ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽസ് ആർ ക്ലാസിഫൈഡ് ആസ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് ആൻഡ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ്. അതെ, നമ്മള് ഹോസ്പിറ്റലിൽ വരുന്ന ചില രോഗങ്ങൾക്കൊക്കെ ചില സീരിയസ് ആയിട്ടുള്ള കുറച്ച് കൂടുതൽ ട്രീറ്റ്മെന്റ് ഒക്കെ ആവശ്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പരിശോധനകൾ നടത്തണം, ഇടയ്ക്കിടയ്ക്ക് മരുന്ന് തരണം, ഇഞ്ചക്ഷൻസ് തരണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? പേഷ്യൻസിനെ ഹോസ്പിറ്റലൈസ് ചെയ്യും അല്ലെ, അഡ്മിറ്റ് ചെയ്യും അല്ലെ. അങ്ങനെ അഡ്മിഷന്റെ ബേസിസിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന്റെ രീതിയിൽ 2 ക്ലാസിഫിക്കേഷൻ ഹോസ്പിറ്റൽസിലുണ്ട്. എന്തൊക്കെയാണ്? ലോങ് സ്റ്റേയും ഷോർട്ട് സ്റ്റേയും. രണ്ട് വേർഡ്സ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ഷോർട്ട് ഡ്യൂറേഷനിലേക്ക് വേണ്ടി മാത്രമാണ് നമ്മളെ ചെയ്യുന്നത്. അതേസമയം ലോങ് ഡ്യൂറേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കുറച്ചധികം നാളെ നമുക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വരും, ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടി വരും. ആ രീതിയിലാണ്. അപ്പൊ ലെറ്റ്സ് സീ എന്താണ് ഡിഫറൻസ് നമുക്ക് നോക്കാം. അപ്പൊ ഓൺ ദ ബേസിസ് ഓഫ് ലെങ്ത് ഓഫ് സ്റ്റേ, ഹോസ്പിറ്റൽസ് ആർ ക്ലാസിഫൈഡ് ഇൻടു ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് ആൻഡ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ്. അപ്പൊ എന്തായിരിക്കും ഈ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ്? സി, അത് അഡ്മിറ്റഡ് ഓൺലി ഫോർ എ ഷോർട്ടർ പീരീഡ്. കമ്പാരിറ്റീവ്ലി നമ്മൾ പറയുന്നത് പോലെ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസിനേക്കാൾ ഉപരി ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസിൽ വളരെ കുറച്ച് ദിവസത്തേക്ക്, മേ ബി 1 or 2 days അല്ലെങ്കിൽ അപ് ടു 20 days, 1-2 ദിവസം വരെ, 5 ദിവസം, മാക്സിമം പോയ എത്ര ദിവസം വരെ? ഒരു 20 ദിവസം വരെയൊക്കെയാണ് നമുക്ക് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിറ്റ് ചെയ്യപ്പെടേണ്ടതെങ്കിൽ അത്തരം ഹോസ്പിറ്റൽ സ്റ്റേയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്ന് വിളിക്കുക. അങ്ങനത്തെ ഷോർട്ട് സ്റ്റേ മാത്രമുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. മിക്കവാറും എല്ലാ ഹോസ്പിറ്റൽസും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ഹോസ്പിറ്റൽസ് മെജോറിറ്റി ആർ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് അറിയേണ്ടതുള്ളൂ. മനസ്സിലായോ? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്താണെന്ന് ക്ലിയർ ആയോ? ഷോർട്ട് സ്റ്റേ എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റേ ചെയ്യുന്ന ഡ്യൂറേഷൻ ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന സമയത്ത് എത്ര നാളത്തേക്കാണ്? മേ ബി 1 day അല്ലെങ്കിൽ 2 days അല്ലെങ്കിൽ 3 days അപ് ടു 20 days.
20 താഴെയുള്ള ദിവസങ്ങൾ വരെ നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ അത്തരം സ്റ്റേജിനെയാണ് നമ്മൾ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് വിളിക്കാം. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ആണ് ഇന്ന് മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽസ് ഇൻ അവർ കൺട്രി ആൻഡ് ഓൾസോ സ്റ്റേറ്റിലുള്ളത് കേട്ടോ. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്താണ്? ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് ആണ്. അപ്പോ എന്തായിരിക്കും ലോങ് സ്റ്റേ? ഒരു ലോങ് ഡ്യൂറേഷനിലേക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടി. പേഷ്യൻസ് ആർ അഡ്മിറ്റഡ് ഫോർ എ ലോങ് ടേം ഡ്യൂറേഷൻ. ഒരു ലോങ് ടേം ഡ്യൂറേഷനിലാണ് മേ ബി ഫോർ എ മന്ത്, ഒരു മാസത്തേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഫോർ എ ഇയർ, അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നും. ഉണ്ട്, അങ്ങനെയും ഉണ്ട് ഹോസ്പിറ്റൽസ്. ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസം മുതൽ 1 ഇയർ വരെയൊക്കെ ഹോസ്പിറ്റൽസിൽ സ്റ്റേ ചെയ്യേണ്ട അവസ്ഥകൾ വരാറുണ്ട്. ഹോസ്പിറ്റൽസ് ആർ കോൾഡ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ്. അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയായിരിക്കും? മെന്റൽ ഹോസ്പിറ്റൽസ്. അതൊക്കെ പെട്ടെന്നൊന്ന് ചികിത്സിച്ച് ഭേദമാക്കി വിടാൻ പറ്റില്ല ആളുകളെ. അത് ഭേദമാക്കിയാൽ തന്നെ അവരത് ട്രീറ്റ്മെന്റില് അവര് എന്താ പറയാ, അവരുടെ അസുഖം കംപ്ലീറ്റ്ലി ഭേദമായോ എന്നൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ടും കുറച്ച് ദിവസമൊക്കെ നിർത്തും അല്ലെ. അപ്പൊ മെഡിസിൻസ് ഒക്കെ കൊടുത്തു അവരെ രീതിയിലേക്ക് കൊണ്ടുവന്നു, അവരുടെ ഡയഗ്നോസിസ് ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നു. കംപ്ലീറ്റ്ലി അത് മാറി എന്ന് ബോധ്യപ്പെട്ട് അവരെ എന്താ പറയാ മറ്റുള്ളവരോടൊപ്പം ഇടപെടാനൊക്കെ വിട്ട് അങ്ങനെ കുറെ സ്റ്റേജസ് ബൈ സ്റ്റേജസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മെന്റൽ ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഒക്കെ ഉണ്ട്. ഈ കുറച്ചധികം പ്രായമുള്ളവരൊക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് പുനരധിവസിപ്പിച്ചിട്ടൊക്കെ ചികിത്സകളൊക്കെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ കൊടുക്കുന്ന ഇതുകളൊക്കെ ഉണ്ട്. വലിയ ആളുകളൊക്കെ, അതായത് ഫോറിൻ കൺട്രീസിലൊക്കെ കൂടുതലും ഇങ്ങനെയുള്ള നഴ്സിംഗ് ഹോംസ് ഒക്കെ ഉണ്ട്, ഇതുപോലെയുള്ള കൺസൾട്ടേഷൻ സെന്റേഴ്സ് പോലത്തെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രായമായ അച്ഛനമ്മമാരെയൊക്കെ എന്താ പറയാ മക്കള് എന്ന് പറഞ്ഞാൽ അവര് അനാഥാലയത്തിൽ കൊണ്ടുപോയിരുന്ന പോലെയല്ല കേട്ടോ. അതായത് അവരുടെ ആരോഗ്യവും അതുപോലെ തന്നെ അവരെ ട്രീറ്റ് ചെയ്യുന്നതും അവർക്ക് വേണ്ടി ശുശ്രൂഷയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി ഒരു സ്ഥലങ്ങളിലൊക്കെ ചില ആളുകളെ കൊണ്ടുപോയി നിർത്തും. പാരന്റ്സിനെ വേറെ ആരും നോക്കാനും ഇല്ലാത്തതുകൊണ്ട്. അതായത് അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ഫിനാൻസ് ഒക്കെ വളരെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ആ പൈസ ഒക്കെ കൊടുത്തിട്ട് അവർ നോക്കാനായിട്ട് അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെയുള്ള റിഹാബിലിറ്റേഷൻ സെന്റർ, അങ്ങനത്തെ ഹോസ്പിറ്റൽസ്. പിന്നെ ജെറിയാട്രിക് കെയർ, അതായത് ജെറിയാട്രിക് കെയർ എന്താണ് പഠിച്ചോ നമ്മള്? ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഓൾഡ് ഏജ്, അതായത് കുറച്ച് എൽഡർലി പീപ്പിളിന് വേണ്ടിയിട്ടുള്ള ചികിത്സകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ്. ചില ഹോസ്പിറ്റൽസിലൊക്കെ ഇതിനു വേണ്ടി സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം വയസ്സായ ആളുകൾക്ക് എന്താ പറയാ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില രോഗങ്ങളുണ്ട് അല്ലെ. വയസ്സായവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങൾ എന്താണ്? ലൈക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളാണോ? ഇല്ല, നെവർ. അങ്ങനെയുള്ള രോഗങ്ങളാണ് അവർക്കും വരാം. വയസ്സായവർക്ക് മാത്രം വരാനുള്ള കുറച്ച് സാധ്യതകൾ എന്ന് പറയുന്നത്, രോഗസാധ്യതകൾ എന്ന് പറയുന്നത് ലൈക്ക് മസിൽസിന്റെ ചില ബുദ്ധിമുട്ടുകൾ, ഇരിക്കാൻ എഴുന്നേൽക്കാനൊക്കെ പറയുന്നത്, നടക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ അല്ലെ, ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഓർമ്മൊക്കെ ഇതൊക്കെ വയസ്സാകുമ്പോൾ ഒക്കെ നമുക്ക് എല്ലാവർക്കും വരുന്ന രോഗമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ളവരെ സ്പെഷ്യലൈസ് ചെയ്ത് ചികിത്സിക്കുന്ന ഒരു വിഭാഗമാണ് ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ലോങ് സ്റ്റേ ഒക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽസും ഉണ്ട്. പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ്, ഇതൊക്കെ നമ്മുടെ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇത്തരം ഹോസ്പിറ്റൽസിൽ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ ഇൻ ഹോസ്പിറ്റൽ ഫ്രം എ മന്ത് ടു ഇയേഴ്സ് അല്ലെ, വർഷങ്ങളോളം അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് മാസങ്ങൾ തുടങ്ങി വർഷങ്ങളോളം വരെയൊക്കെ സ്റ്റേ ചെയ്യുന്ന ഹോസ്പിറ്റൽസിനെയാണ് നമ്മളിങ്ങനെ പറയുന്നത്. അപ്പൊ ഈ ലോങ് ടേം റെസിഡൻഷ്യൽ, അതായത് അവിടെ റെസിഡന്റ് പോലെ ഇങ്ങനെ കുറെ നാളത്തേക്കൊക്കെ കിടത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ ദ ഹോസ്പിറ്റൽസ് വിൽ ബി ബിൽറ്റ് ഇൻ സച്ച് എ മാനർ so that they can accommodate such patients. ഇങ്ങനെയുള്ള പേഷ്യൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബിൽഡിങ്സ് ആയിട്ടുള്ള ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് കൊണ്ടുവരിക, മനസ്സിലായോ? ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബിൽഡ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. അല്ലാതെ ഒരു കുഞ്ഞു കുടിസായം പോയി നമ്മള് ഷോർട്ട് ടേം ആണെങ്കിൽ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ വലിയ മുറിയുടെ ഒന്നും ആവശ്യമില്ല അല്ലെ. ചെറിയ മുറി, ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം, അവരുടെ ബേസിക് നെസസിറ്റീസ് ഒക്കെ കഴിയാൻ വേണ്ടിയിട്ടുള്ളത്, ഒരു വാഷ് ബേസിൻ ഉണ്ടായിരിക്കും അല്ലെ, അത്യാവശ്യം ഒരു എന്താ പറയാ ബെഡ് ടേബിൾ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഇത്ര ഉണ്ടാവുള്ളൂ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് ആണ്. പക്ഷെ ലോങ് സ്റ്റേ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് ഉള്ള രീതിയിലായിരിക്കും അതിനകത്ത് ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ on the basis of length of stay in hospitals are classified as short stay hospitals and long stay hospitals. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ ഈ പറഞ്ഞ രണ്ടെണ്ണത്തില്? ഉണ്ടോ? ഇല്ലല്ലോ? ഇല്ലെങ്കിൽ നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസിന്റെ ഫുള്ള് അവിടെ അണ്ടർലൈൻ ചെയ്യും കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക ഹോസ്പിറ്റൽസും ഈ രീതിയിലുള്ളതാണ്.
ഓക്കെ. ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസിലെയും നമുക്ക് എന്താ പറയാ ഇവിടെ വരെ എക്സെട്ര വരെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് അതിന്റെ എക്സാമ്പിൾസ് വരെ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസിന്റെ എക്സാമ്പിൾ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. റിഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, മെന്റൽ ഹോസ്പിറ്റൽസ്, ജെറിയാട്രിക് കെയർ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ജെറിയാട്രിക് കെയർ സെന്റേഴ്സ്, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് ആർ എക്സാമ്പിൾസ് ഫോർ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ്. ക്ലിയർ ആയോ എല്ലാവർക്കും? എനി ഡൗട്ട്? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ. നമ്മുടെ ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ അവിടെ തീർന്നു. ഓക്കെ, മനസ്സിലായല്ലോ? നമ്മൾ പോകാനായിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് ഞാനിപ്പോ നീങ്ങുമോ? ഇവിടെ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ തീർത്തിട്ട് പോകാം. അതിന്റെ താഴത്തെ കുറച്ച് അബ്രീവിയേഷൻസ് പറഞ്ഞു കൊടുത്തിട്ട് ഐ തിങ്ക് it's not necessary now because we are going to learn a big chapter which is called the medical terminology in the second module. രണ്ടാമത്തെ മൊഡ്യൂൾ ഈ അടുത്ത പരീക്ഷയിൽ വരുന്ന തന്നെ സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് അബ്രീവിയേഷൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ വലിയ ഇവിടെ കിടക്കുന്നുണ്ട്. ഒരു കുറച്ചധികം ഡീറ്റെയിൽഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഒരുപാട് അബ്രീവിയേഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾക്ക് പഠിക്കണമെന്നില്ല. ഇനി പഠിക്കേണ്ട അബ്രീവിയേഷൻ ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ആ എടുത്തുപോയ ഭാഗത്ത് ഉണ്ടായിരുന്നത് മാർക്ക് ചെയ്തിരുന്നത് ഇല്ലേ? ഇല്ലേ? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, സിസ്റ്റം ഓഫ് മെഡിസിൻ ഒന്നുകൂടി പറയണോ? പറയാട്ടോ. അതെ, അതൊന്നും ചോദിച്ചിട്ട് ഒന്ന് എടുത്തിക്കോട്ടെ. PHC അതുപോലെ തന്നെ CHC ഇത് രണ്ടും അണ്ടർലൈൻ ചെയ്തതല്ലേ? അങ്ങനെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന അബ്രീവിയേഷൻസ് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. അതാണ് പഠിക്കുന്നത്. അതിന്റെ താഴെ കുറച്ച് അബ്രീവിയേഷൻ എന്ന് പറഞ്ഞൊരു സാധനം അവിടെ കുറച്ച് ആ PHC തന്നെയൊക്കെ PHC പ്രൈമറി ഹെൽത്ത് കെയർ ഒക്കെ കുറച്ച് വന്നിട്ടുണ്ട്. അവിടെ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ കാരണത്തൊക്കെ തന്നെ നമ്മൾ വേറെ ആ ചാപ്റ്ററിൽ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞ ചാപ്റ്റർ ബിഗ് ചാപ്റ്റർ ആണ്. 300 സംതിങ് അബ്രീവിയേഷൻസ് തന്നെയുണ്ട്. അപ്പൊ അവിടെ നമ്മൾ എല്ലാം കുറെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അവിടെ കിടന്നതോടെ ഇങ്ങോട്ട് എടുത്തില്ല. അബ്രീവിയേഷൻ അല്ല എടുത്തില്ലെങ്കിൽ നമുക്ക് ആർക്കായി പരിചയപ്പെടാവുന്നതുള്ളൂ. അതിൽ നമ്മൾ മാറ്റം നടത്താനൊന്നുമില്ല. കാരണം അബ്രീവിയേഷൻസ് പണ്ടുടങ്ങി പല കാര്യങ്ങൾക്ക് നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വലിച്ചു നീട്ടി എഴുതാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ഷോർട്ട് രീതിയിലാക്കുന്നതാണ്. നമ്മളത് സെൻഡിങ് മെസ്സേജസ് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ മെസ്സേജസ് ഒക്കെ അയക്കുമ്പോൾ ചില വാക്കുകളൊക്കെ നമ്മൾ ചുരുക്കും അല്ലെ? ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾ ചുരുക്കും. അതേപോലെ മെസ്സേജിന്റെ MSG മെസ്സേജിനൊക്കെ ഇങ്ങനെ വലിച്ചു നീട്ടി സ്പെല്ലിംഗ് ഫുൾ ആയിട്ട് എഴുതാതിരിക്കാനായിട്ട് ഷോർട്ട് ആക്കാറില്ല. അപ്പൊ അതുപോലെ പല കാര്യങ്ങളും മെഡിക്കൽ ടേംസിലും ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കാനും മെഡിക്കൽ ടെർമിനോളജി. സോ വി വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ ദാറ്റ് ചാപ്റ്റർ. And ഇവിടെ എന്താ പറയുന്നത്? സിസ്റ്റം ഓഫ് മെഡിസിൻ ഒന്നുകൂടി പറയാം. See, according to the system of medicine provided in the hospital, hospitals are classified as allopathy hospital, Ayurveda hospital, Unani hospital ഒക്കെ ഉണ്ട്. ഹോമിയോപ്പതി. അതായത് ഒരു ഹോസ്പിറ്റല് അവർ ഏത് ടൈപ്പ് ഓഫ് മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്നോ അതിന്റെ ബേസിസിൽ ഹോസ്പിറ്റൽസിനെ അലോപ്പതി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മരുന്നുകൾ കൊടുക്കുന്ന ഹോസ്പിറ്റല്, ആയുർവേദ ഹോസ്പിറ്റലും ആയുർവേദ ട്രീറ്റ്മെന്റുകൾ നടത്തുന്ന ഹോസ്പിറ്റല് അല്ലെ? ഇതെല്ലാം കൂടി ഒരു ഒറ്റ ഹോസ്പിറ്റലിന്റെ കീഴിലാണോ വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആണോ? ആയുർവേദ ഹോസ്പിറ്റലുകൾ ഉണ്ടോ നിങ്ങളുടെ അവിടെയൊക്കെ? നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട് കുറച്ച് ആയുർവേദ ഹോസ്പിറ്റൽ. ലൈക്ക് കോട്ടയ്ക്കൽ ആയുർവേദ്യശാല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അത് ആയുർവേദ ഹോസ്പിറ്റലാണ്. അവിടെ അവരുടെ രീതി എന്ന് പറഞ്ഞാൽ അലോപ്പതി മരുന്നല്ല, ഇംഗ്ലീഷ് മരുന്നല്ല പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ? നമ്മൾ നേരെ വെച്ച് ഈ ഗുളിക കഴിക്കുന്നു പറഞ്ഞ് മറ്റേ കവറിലിട്ടിട്ട് ഇതിനകത്തിട്ടിട്ട് ആൾക്കാരനെ അല്ല. അവിടെ വേറെ രീതിയിലല്ലേ രക്തത്തിനും ഏകദേശം ഒരു കളറായിരിക്കും അല്ലെ? ഒരു ബ്രൗൺ ലൈറ്റ് ബ്രൗൺ കളറൊക്കെയുള്ള മെഡിസിൻസ് ആയിരിക്കും. വൈറ്റ് ഗുളികകളൊക്കെ കാണിച്ച് ബുദ്ധിമുട്ടാ അല്ലേ? അങ്ങനെ ആയുർവേദത്തിന്റെ ആണെങ്കിലും ആയുർവേദ ഹോസ്പിറ്റല് ആയുർവേദ മെഡിസിൻസ് കൊടുക്കുന്നത്. യുനാനി ചികിത്സ ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മളുടെ കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സാ രീതിയെ കൊടുക്കുക. ട്രഡീഷണൽ വേ ഓഫ് ട്രീറ്റ്മെന്റ് ആണ് അവിടെ കൊടുക്കുക. എന്ന് വെച്ചാൽ വെള്ളം, അതുപോലെ തന്നെ ഹീറ്റ്, ചൂട്, അതുപോലെ എന്താ പറയാ മണ്ണ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സാ രീതികളാണ് അവിടെ. അങ്ങനത്തെ ചികിത്സാ രീതികൾ ഇപ്പൊ ചിലപ്പോ കിഴി പിടിക്കുന്നതോ അല്ലെങ്കിൽ എന്താ പറയാ മണ്ണൊക്കെ വെച്ചിട്ടൊക്കെ ചില രോഗങ്ങളൊക്കെ മണ്ണൊക്കെ ശരീരത്തില് പൊത്തിയിട്ടൊക്കെ അങ്ങനത്തെ ചികിത്സാ രീതി കൊടുക്കുന്നുണ്ട്. അതൊരു ട്രഡീഷണൽ പാരമ്പര്യമായിട്ടുള്ള ചികിത്സാ രീതിയാണ്. പിന്നെ ഹോമിയോപ്പതി കുഞ്ഞു കുഞ്ഞു ഗുളികളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കാൻ പറ്റുന്ന അല്ലെ? 1 മണിക്കൂർ കഴിയുമ്പോ 3 പ്രാവശ്യം അങ്ങനെ ഈ കുപ്പിന്ന് പറഞ്ഞ 3 എണ്ണം, ഈ കുപ്പിന്ന് 3 എണ്ണം എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ കൊടുക്കുന്ന മെഡിസിൻസിന്റെ ബേസിസിൽ ഹോസ്പിറ്റൽസിനെ അലോപ്പതി, ആയുർവേദ, ഹോമിയോപ്പതി, യുനാനി എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ ഇതിനകത്ത് ഉള്ള കാര്യം പറയുന്നത് എന്താ പറയുക, കൂടുതലും കുറെ ആളുകൾക്ക് ഈ പറയുന്ന ഹോമിയോപ്പതിയും ആയുർവേദത്തിലേക്കൊക്കെ കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആണ്.
അത് ഇൻട്രസ്റ്റ് ആകാനുള്ള കാരണം ഇതാണ്, കൂടുതൽ ആളുകൾക്കുള്ള ഒരു പേടിയാണ്. കാരണം ഇംഗ്ലീഷ് മരുന്നുകൾ ഒരുപാട് നമ്മളിങ്ങനെ കൺസ്യൂം ചെയ്ത് ചില രോഗങ്ങളൊക്കെ വരാൻ സാധ്യത, സോറി, കിഡ്നിക്കൊക്കെ കംപ്ലൈന്റുകൾ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഉള്ള ഒരു ചിന്തകളൊക്കെ ഉണ്ടല്ലോ അല്ലെ, സൈഡ് എഫക്ട് വരാനുള്ള സാധ്യതയൊക്കെ പേടിച്ചിട്ടാണ് ആളുകൾ കൂടുതലും ഹോമിയോപ്പതിയും ആയുർവേദവും മരുന്നിലേക്കൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ക്ലിയർ? മനസ്സിലായോ ചോദിച്ചവർക്ക്? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ? ഞാനിപ്പോ കെയർ ചെയ്തോളാം. ഈ ജെറിയാട്രിക് കെയർ സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജെറിയാട്രിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എൽഡർലി പീപ്പിളിനെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റൽസ്. അതായത് കുറച്ച് പ്രായം ചെന്നവർക്കില്ലേ, ഉള്ളൂ അല്ലെ? അതായത് നമ്മൾ പ്രായമാകുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില കോമൺ ഡിസീസസ് ഒക്കെ ഇല്ലേ, ലൈക്ക് പിന്നെ എന്താ പറയാ, ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട്, കയ്യും കാലൊക്കെ പണ്ടത്തെ പോലെ ഫ്ലെക്സിബിൾ ആവില്ല അവർക്ക്. അപ്പൊ അവർക്ക് അതൊക്കെ ഒരു എന്താ പറയാ അസുഖമായിട്ടാണ് തോന്നുന്നത്. കാരണം പ്രായം ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതൊക്കെ വരും. നമ്മുടെ കയ്യും വിരലുകളും കാലുകളും ഒക്കെ സ്റ്റിഫ് ആകും, മസിൽസിനൊക്കെ അത്രയധികം എന്താ പറയാ ശേഷി ഉണ്ടാവില്ല, ചില ഭാരപ്പെട്ട സാധനം എടുത്ത് പോകാൻ പറ്റില്ല. പണ്ട് ചിലപ്പോ 15 കിലോ എടുത്ത് താഴെയിൽ അല്ലെങ്കിൽ ഷോൾഡറിലൊക്കെ വെച്ചുകൊണ്ട് നടന്നതൊക്കെ ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അത് പറ്റുന്നില്ല. ആളൊന്നുമില്ല, ഇത് ആള് മാറിയില്ല. പക്ഷേ ഏജസ് അല്ലെ, വർഷങ്ങൾ കടന്നുപോയി നമ്മളുടെ ശാരീരികമായിട്ട് ഇതൊരു മെഷീനല്ലേ, ഒരു മെഷീന് ഒരു പുതിയ മെഷീൻ ഉത്പാദിപ്പിച്ചിറക്കി കഴിഞ്ഞാൽ അതിന് എത്രത്തോളം കാലം അതിന്റെ ആ ഒരു എന്താ പറയാ എസ്റ്റിമേറ്റഡ് ലൈഫ് ഉണ്ട്, അതിന് എത്ര ഒരു ജീവിതം എന്താ പറയാ എസ്റ്റിമേറ്റഡ് ലൈഫ്, അതിന്റെ എന്താ പറയാ മലയാളം, അതിന്റെ ഒരു എന്തോ എസ്റ്റിമേറ്റഡ് ലൈഫ്, മനസ്സിലായില്ലേ? ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതോളം വരെ അവൻ എത്ര ആയുസ്, അതന്നെ ആയുസ് അതന്നെയാണ് എസ്റ്റിമേറ്റഡ് ലൈഫ് എത്രയുണ്ട്. ഒരു ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ചാൽ ആയുർവേദിക്കൊക്കെ ലൈഫ് എക്സ്പെക്ടൻസി ഒക്കെ വളരെയധികം കുറഞ്ഞു വന്നിരിക്കുകയാണ് അല്ലെ, 40, 45 അങ്ങനെയൊക്കെ ഒരു റേഞ്ചിലാണ് കൂടുതലും ആളുകൾ മരണപ്പെടുന്നത് അല്ലെ. അധികം പ്രായമായി 90 പ്രായമായി മരിക്കുന്നവരുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. മനസ്സിലായി? അത്രയും പ്രായം വരെ നമ്മൾ ജീവിക്കുന്നില്ല. പക്ഷെ ഒരു കാലത്ത് ഉണ്ടായിരുന്നു 100 അല്ലെങ്കിൽ 100 കൂടുതൽ പ്രായം വരെയൊക്കെ ജീവിച്ചിരുന്നവരുണ്ട്. അപ്പൊ ഈ പ്രായം ചെന്ന് കുറെ കഴിയുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, പല രീതിയിലുള്ള രോഗങ്ങൾ, ഓർമ്മക്കുറവ്, കണ്ണിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങള്. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ ചികിത്സിച്ച് ഒന്ന് അതിനൊക്കെ അതിന്റെ വേദനകളോ മറ്റു യാതനകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് ശമിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. പൂർണ്ണമായിട്ടൊന്ന് ഭേദമാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നോ എന്നാണ് ആൻസർ. ബിക്കോസ് എന്താ കാരണം, ഇത് നമ്മളുടെ പ്രായാധിക്യം കൊണ്ട് വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചികിത്സ കൊടുക്കാനുള്ള ഒരു പ്രത്യേക വിഭാഗം ഹോസ്പിറ്റൽസിലുണ്ട്. ജെറിയാട്രിക് കെയർ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന് വേണ്ടി മാത്രമുള്ള ഹോസ്പിറ്റൽസും ഉണ്ട്. അത് ജെറിയാട്രിക് കെയർ ഹോസ്പിറ്റൽസ് ആണ്. Now it's clear? മനസ്സിലായോ? യെസ്. അപ്പൊ നമ്മള് മൂവ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ. അടുത്ത ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് ആരെങ്കിലും എടുത്തോന്ന് പറയുന്നത് പോകരുത്. 7th ചാപ്റ്റർ ആണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ടീച്ചർ വന്നിട്ടോ ഇയാലോ ടെക്സ്റ്റ് ബുക്ക് കിട്ടാൻ എടുത്തിട്ടില്ലല്ലോ. Have you seen any such departments in hospitals? Accident and emergency department hospitals കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടെത്തിയാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു ഹോസ്പിറ്റൽസിലേക്ക് when we enter the gate of the hospital, it's visible. This department, accident and emergency department, നമുക്ക് വളരെയധികം വിസിബിൾ ആകുന്ന ഒരു സാധനമാണ്. ഒരു ഹോസ്പിറ്റലിൽ നേരെ കയറുമ്പോൾ തന്നെ ഗേറ്റിന്റെ അവിടെ കയറുമ്പോൾ ആദ്യം വിസിബിൾ ആകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്തിനുള്ളതാണ്? ടെക്സ്റ്റ് ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. നമ്മളുടെ നോട്ട് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് നോക്കിക്കോട്ടാണ്. ടെക്സ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊക്കെ സിമ്പിൾ ആണ്. നേരത്തെ പറഞ്ഞതൊക്കെ ഇപ്പൊ തന്നെ പഠിച്ചിട്ടുണ്ടാവില്ല. അല്ലേ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലൊക്കെ പഠിച്ചില്ലേ? ഇനി പഠിക്കേ വേണ്ട. ഇനി ബുക്കിൽ തുറന്ന് നോക്കുക പോലും വേണ്ട. അത്രയും ഇതായിട്ട് നമ്മൾ കുറെ പ്രാവശ്യം ആവർത്തിച്ച് കുറച്ച് സമയം തന്നെ എടുത്തിട്ട് ഞാൻ പഠിപ്പിച്ചെന്നിരിക്കുന്നത് അല്ലേ? അല്ലാന്ന് നിങ്ങൾ പറഞ്ഞ ഞാൻ ഓക്കെ. യെസ്. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ നമുക്ക് അതൊന്നും ഇനി റെഫർ ചെയ്യണമെന്നില്ല. കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് കുറച്ച് നേരം നിങ്ങൾക്ക് റെഫർ ചെയ്യണം. അല്ലെങ്കിലും ഒരു കാര്യം കൂടി പറയാം, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂള് കുറച്ച് ഈസിയാണ്. അത് ഞാൻ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആവുന്നേ നമ്മൾ അല്ലെ? ഓരോ എന്താ പറയുക ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ നമുക്കുണ്ടല്ലോ.
അപ്പൊ അത് കുറച്ച് പ്രാക്ടിക്കലും ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് നമുക്കത് പഠിക്കാനും എളുപ്പമാണ്. പക്ഷെ അടുത്ത ഫോർത്ത് മൊഡ്യൂളിലേക്ക് എത്തുമ്പോൾ ഇച്ചിരി പണിയാണ്. അതൊക്കെല്ലാം മാനേജ്മെന്റ് ആണ്. നമ്മൾ മാനേജ് ചെയ്യുന്നതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ സർജിക്കൽ കാര്യങ്ങളൊക്കെ നടക്കുന്ന OP ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് OT ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, നമുക്കത് കാണാൻ പറ്റും. സർജറീസ് ഇങ്ങനെ നടക്കുന്നതൊക്കെ വേണമെങ്കിൽ കാണാം. അത് ഡോക്ടേഴ്സ് അവരെ അസിസ്റ്റ് ചെയ്യുന്ന അസിസ്റ്റന്റ് നഴ്സുമാരൊക്കെ കൂടി ചെയ്യുന്നത് കാണാൻ പറ്റും. പക്ഷെ മാനേജ്മെന്റ്, ഇപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മെറ്റീരിയൽസ്, ഒരു ഹോസ്പിറ്റൽസിന്റെ അകത്തുള്ള കുറെ എക്യുപ്മെന്റുകളും മെഷീൻസും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ മാനേജ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. അത് നമ്മുടെ മാനേജ്മെന്റ് ആണ്. അല്ലെ, മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഒബ്സർവേഷനിലൂടെ സൂപ്പർവേഷനിലൂടെ നമ്മൾ നടക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇച്ചിരി ടഫായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിന് കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും വായിച്ചത് നോക്കാൻ. ഓക്കെ, അത് ഇതിന്റെ കൂടെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഈസ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് എമർജൻസി കേസസ്, ലൈക്ക് എന്താ പറയുക, എന്തെങ്കിലും ഹാർട്ട് പെയിൻ ആയിട്ട് അല്ലെങ്കിൽ കാർഡിയാക്കിന്റെ എന്തെങ്കിലും പ്രോബ്ലംസുമായിട്ട്, എന്താ പറയുക, ഹാർട്ട് അറ്റാക്കിന്റെ എന്തെങ്കിലും സിംറ്റംസുമായിട്ടൊക്കെ വരികയാണെങ്കിൽ അവരെയൊക്കെ പെട്ടെന്ന് നമ്മൾ കൊണ്ടുപോയിട്ട് ഡോക്ടറെ കാണാൻ പോയി നിലയിൽ എന്നൊക്കെ പറയാൻ പറ്റുമോ? ഡോക്ടറെ കാണാൻ പോയി നിലയിൽ ഡോക്ടറെ കണ്ട് ചീത്ത എഴുതി അങ്ങനെയൊക്കെ വന്നാൽ മതി എന്ന് പറയോ? ഇല്ല. അത്തരം സിറ്റുവേഷൻസിലുള്ളവരെ നമ്മൾ ആദ്യം കൊണ്ടുപോകുന്ന സ്ഥലം, അല്ലെ, എമർജൻസി കെയർ, എമർജൻസി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഇറ്റ് അസസ് ആൻഡ് ട്രീറ്റ്സ് പീപ്പിൾ വിത്ത് സീരിയസ് ഇഷ്യൂസ്, സീരിയസ് ഇഞ്ചുറീസ്, സീരിയസ് ഇൽനസ് ലൈക്ക് പോയിസൺ. ഈ പോയിസണൊക്കെ തട്ടിയിട്ട് വരുന്നവരെയൊക്കെ നമുക്ക് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. ഡോക്ടറെ കാണാനോ അല്ലെങ്കിൽ പരിശോധിക്കാനോ ഒന്നും അവിടെ നേരം കിട്ടില്ല. സോ ഇവരെയൊക്കെ നമ്മൾ പെട്ടെന്ന് കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓൾസോ കോൾഡ് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി ആൻഡ് ഡിപ്പാർട്ട്മെന്റ് എന്നോ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നോ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ അതിന് പേരും കേട്ടോ. കൂടെ താഴെ തന്നത് നോട്ടീസ് ചെയ്തില്ല. അപ്പൊ കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ED, എമർജൻസി റൂം അല്ലെങ്കിൽ എന്നൊക്കെ നമുക്ക് പേര് പറയും. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും. ആൻഡ് ഓൾസോ A and E ഡിപ്പാർട്ട്മെന്റ് എന്നും പറയും. ഇതൊക്കെ ഒന്ന് തന്നെയാണ്, ഇതെല്ലാം ഒരേ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള പോയിസൺ തട്ടിയിട്ടുള്ള ആളുകളെ, ഇങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽസിലെ ഏറ്റവും ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? ഇറ്റ് വർക്ക്സ് അറൗണ്ട് ദ ക്ലിനിക്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടെ ഇന്ന ടൈമിംഗ് ഒന്നുമില്ല, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെയാണ് കാഷ്വാലിറ്റി പ്രവർത്തിക്കുള്ളൂ, അതിനുശേഷം കൊണ്ട് അവര് പറ്റില്ല എന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽസ് പിരിച്ചുവിടില്ല. It works around the clock. എന്ന് പറഞ്ഞാൽ എന്താ, 24 hours ഇത് വർക്കിംഗ് ആയിരിക്കും ഒരു ദിവസത്തില്. മനസ്സിലായോ? നമ്മൾ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഇതുപോലെ എമർജൻസി കേസസ് കൊണ്ടുവരുന്നവരെയാണോ കൊണ്ടുപോകുന്നത് നമ്മൾ പറഞ്ഞത്? സീരിയസ് ഇഞ്ചുറി ലൈക്ക് ഭയങ്കര ട്രോമയൊക്കെ ആയിട്ട് വരുന്നവരെ അതല്ലാതെ കൊണ്ടുപോകും. അതല്ലാതെ ആരെങ്കിലും ഒക്കെ സാധാ കേസസിലും ഇതുപോലുള്ള ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉപയോഗപ്പെടുത്താറുണ്ട്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ല, നോർമൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാറില്ല. ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. ഒന്നുകൂടെ ഞങ്ങൾ പോകാറുണ്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നു. ഇല്ല, പോയിട്ടില്ല. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് പേരൊന്നും കുറച്ചുകൂടി മാറ്റി ചിന്തിച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതെ, OP പ്രവർത്തിക്കാതെ വരുമ്പോ അതെപ്പോഴാന്ന് അറിയുമോ? അതായത് OP ഓപ്പറേഷൻ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ്, OP എന്നുള്ളത് എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന് ഒരു പ്രത്യേകത, അത് സ്പെസിഫിക് ടൈമിലാണ് പ്രവർത്തിക്കുക. ലൈക്ക് 9 to 5 o'clock ആയിരിക്കാം, അല്ലെങ്കിൽ 8 to 1 o'clock ആയിരിക്കാം. അത് ഓരോ ഹോസ്പിറ്റൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ അവർക്ക് OP ടൈം ഉണ്ട്. ഇറ്റ് വിൽ ബി എ സ്പെസിഫിക് ടൈം. അതിന് സ്പെസിഫൈഡ് ആയിട്ടുള്ള ടൈം ഉണ്ടായിരിക്കും എല്ലാ ഹോസ്പിറ്റൽസിലും. OPയുടെ പ്രവർത്തന സമയം അല്ലെ, അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. OP പ്രവർത്തന സമയം എന്ന് പറഞ്ഞിട്ട് ഇത്രയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈ OP ടൈമിൽ മാത്രമേ ആളുകൾക്ക് അസുഖം വരാവുള്ളൂ ഒന്നും നിർബന്ധമൊന്നുമില്ലല്ലോ. അല്ല, അങ്ങനെ എല്ലാത്ത സമയത്ത് ലൈക്ക് ഈവനിങ് സമയത്ത് രാത്രി പെട്ടെന്നൊക്കെ കൊച്ചിനെ എടുത്തിട്ട് എത്ര പ്രാവശ്യം ഓടിയിട്ട് ആലോചിച്ച് നോക്ക്.
കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴായിരിക്കും, കാലത്തും പകലൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾക്കൊക്കെ വൈകുന്നേരം ആകുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് വരിക. അപ്പൊ നമ്മൾ എവിടേക്കാണ് പോവുക? ഇതുപോലെ വേഗം ഹോസ്പിറ്റലിലോടും. അവിടെ അന്നേരം OP ഡിപ്പാർട്ട്മെന്റ് ഓപ്പൺ ആയിരിക്കില്ല. സോ വി ഹാവ് ടു take them to the OP. എന്താ പറയാ, OP ഇല്ലാത്തത് നമുക്ക് we have to take them to the casualty department. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലാണ് പോണേ. അവിടെ പോയിട്ടാണ് കാണിച്ചിട്ട് നമ്മൾ പോകുന്നത്. അവിടെ കാഷ്വാലിറ്റി ആയിട്ട് അന്നേരം ഇതുപോലെ പ്രവർത്തിക്കുക. അതുകൊണ്ട് അത് ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ. ഇവിടെ അത് പറഞ്ഞിട്ടില്ല, പക്ഷേ എങ്കിലും നമുക്കത് അറിയണം. നമ്മളതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തവരാണ്. ഒരുപാട് വർഷത്തോട്ട് ഓടിക്കുന്ന വൈകുന്നേരങ്ങളിലൊക്കെ അല്ലെ. അപ്പൊ എമർജൻസി പേഷ്യൻസിനെ കൊണ്ടുപോകാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ചിലപ്പോൾ ഇങ്ങനെ അബോധാവസ്ഥയിലായിരിക്കുന്നവരെ എന്താ പറയാ, ലോസ് ഓഫ് കൺഫ്യൂഷൻ, അതായത് കോൺഷ്യസ്നെസ്, അവരുടെ എന്താ പറയാ ബോധമില്ലായ്മ, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ ഭയങ്കരമായിട്ട് നെഞ്ചുവേദന, എന്താണ് കൺഫ്യൂഷൻ. നമുക്ക് ഈ പറയുന്ന പോലൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഹാർട്ട് പ്രോബ്ലംസ് ഭയങ്കരമാണ് അല്ലെ. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആണ്. എന്തൊക്കെ നെഞ്ചുവേദനയാ, ചിലർ പറയാതെ ഗ്യാസ് ആയിരിക്കും, അങ്ങനെയൊക്കെ പറയും. പക്ഷെ നമുക്ക് അങ്ങനെ പ്രൊഡിക്ട് ചെയ്യാൻ പാടില്ല. ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഹോസ്പിറ്റൽസ് ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ കൊണ്ടുപോകാം. അവരെ കാഷ്വാലിറ്റിയുടെ ആയിട്ട് കാണിക്കാം. പിന്നെ ഭയങ്കരമായിട്ട് സിവിയർ ആയിട്ടുള്ള അബ്ഡോമിനൽ പെയിൻ, വയറിനകത്ത് പെയിൻ, ഒട്ടും സഹിക്കാൻ പറ്റാത്ത പെട്ടെന്നുണ്ടാകുന്നത് പോലുള്ള വേദനയൊക്കെ വരുമ്പോൾ അതും എന്തിനാ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അത്തരം കേസുകളിലൊക്കെ നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോകുക. പിന്നെ സ്ട്രോക്ക്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ എത്രയും പെട്ടെന്ന് നമ്മൾ എത്തിക്കുന്നത് ഹോസ്പിറ്റൽസിലെ ഈ പറയുന്ന ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഹാവ് ഡിഫറെന്റ് നെയിംസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് പല പേരുണ്ട്. കാഷ്വാലിറ്റി എന്ന് പറയും, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും, ER എന്റെ ഷോർട്ട് ഫോം ആണ്. സോറി, ED ഇമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും. എമർജൻസി റൂം ER എന്ന് പറയും. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ A&E ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും. അത് പലപ്പോഴും പോസ്റ്റേറ്റ് ചോദിക്കാറുണ്ട് കേട്ടോ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റു പേരുകൾ ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ ഒരു പാരഗ്രാഫിനകത്ത് ഏകദേശം എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ ഫസ്റ്റ് പാരഗ്രാഫും അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നെയിംസും ക്ലിയർ ആയോ? അപ്പൊ അണ്ടർലൈൻ ചെയ്യോ അല്ലെങ്കിൽ ബ്രാക്കറ്റിലിടോ, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ. കുഞ്ഞു പാരഗ്രാഫാണ്, സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇത്ര കുറച്ച് വച്ച് നോക്കി ഇങ്ങനെ പറഞ്ഞത് മാത്രം. ഒന്ന് നന്നായി മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ക്ലിയർ അല്ലേ? ഇട്ടോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തോ ബ്രാക്കറ്റ് ഇട്ടോ വെച്ചോട്ടാ. യെസ്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽസിൽ എവിടെയാണ് ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ വരിക? ലൊക്കേറ്റഡ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എവിടെയായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുക? അപ്പൊ ഓരോ ഹോസ്പിറ്റൽസിനും അവരവരുടെ പ്രമിസസിൽ, ഹോസ്പിറ്റൽ പ്രമിസസിനകത്തെ, ഹോസ്പിറ്റലിന്റെ ചുറ്റുവട്ടത്ത് അകത്ത് ഓരോ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റുകളും ഓരോ പ്രത്യേക കാര്യങ്ങളൊക്കെ അവരെല്ലാം ഡിസൈൻ ചെയ്യും. പക്ഷെ എങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിന്റെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും എവിടെയായിരിക്കണം? എന്താ, ഗ്രൗണ്ട് ഫ്ലോർ. തീർച്ചയായിട്ടും അത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ഒരാളെ ഭയങ്കര എമർജൻസി സിറ്റുവേഷനിൽ കൊണ്ടുവരാന്നോ അല്ലെങ്കിൽ ഒരു ബോധമില്ല പെട്ടെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും പോയിസൺ തട്ടി കൊണ്ടുവരുന്നു, അന്നേരം ഗ്രൗണ്ട് ഫ്ലോറിൽ ഏതെങ്കിലും ടോപ്പിലോ ആ ഫ്ലോറിൽ കൊണ്ടുപോയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഇവിടെ നമ്മുടെ എത്തുമ്പോഴേക്കും ആള് ഇത്തിരി ജീവൻ തിരിച്ച് കിട്ടാമെന്ന് വെച്ചാൽ തന്നെ അത് കിട്ടില്ല. ബിക്കോസ് എന്താ പറയാ, അത് അത്രയും ഡിസ്റ്റൻസിലല്ലേ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം ഒരു ഹോസ്പിറ്റലിലെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ ആയിട്ട് വരേണ്ടത്. നമുക്ക് കിട്ടിയോ? പിന്നെ എന്തൊക്കെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റു കാര്യങ്ങള്? അതിനൊരു സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ടായിരുന്നു. മെയിൻ എൻട്രൻസി കൂടിയല്ല, അതായത് ഇത് മെയിൻ എൻട്രൻസി കൂടി ഇഷ്ടംപോലെ വണ്ടി വാഹനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഹോസ്പിറ്റൽസിൽ. സോ ഇറ്റ് മേ ഡിസ്റ്റർബ് ദ എൻട്രൻസ് ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അതിൽ കൂടി തന്നെയാണ് നമ്മൾ ഈ എമർജൻസി ആയിട്ടുള്ള ആളുകളെയും കൊണ്ടുവരുന്നെങ്കിൽ, ലൈക്ക് ആംബുലൻസ് ആയിക്കോട്ടെ, ആംബുലൻസിലായിട്ടുള്ളൂ മിക്കവാറും ഇത്തരം എമർജൻസി സിറ്റുവേഷനിലെ ആളുകളെ കൊണ്ടുവരാം. അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നിന്നൊക്കെയാണ് കൊണ്ടുവരെങ്കിലും അത്രയും സ്പീഡിൽ നമ്മൾ എത്രയും പെട്ടെന്ന് എത്തിക്കണം. അപ്പൊ അവിടെ എന്തെങ്കിലും തടസ്സങ്ങള് ഫ്രണ്ടിലെ ഗേറ്റില്, മെയിൻ ഗേറ്റിലൊക്കെ ഒത്തിരി വാഹനമൊക്കെ ആയിട്ട് ഭയങ്കര ബ്ലോക്ക് ആയിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് കൂടി നമ്മുടെ വാഹനം എങ്ങനെ കയറ്റിക്കൊണ്ടോ? അത് ഇമ്പോസിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊരു സെപ്പറേറ്റ് എൻട്രൻസ് ഷുഡ് ബി ദർ വിച്ച് ഈസ് അവേ ഫ്രം ദ മെയിൻ എൻട്രൻസ്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. നമ്മുടെ ശരിക്കുള്ള എൻട്രൻസിന്റെ അവിടെ നിന്ന് കുറച്ച് മാറി ഒരു എൻട്രൻസ് എന്തിനുണ്ടായിരിക്കണം? നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടായിരിക്കണം. സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? ഈ ആംബുലൻസിൽ മിക്കവാറും നമ്മൾ പറഞ്ഞു ആംബുലൻസിലായിരിക്കും ഇത്തരം പേഷ്യൻസിലേക്ക് കൊണ്ടുവരാം. സോ ഒരു ആംബുലൻസ് പാർക്കിംഗ് ഏരിയ ഷുഡ് ബി ദർ. ആംബുലൻസിനും പാർക്ക് ചെയ്യാനുള്ള പ്രത്യേകം ഒരു ഏരിയ ഉണ്ടായിരിക്കണം.
അല്ലാതെ സാധാ വാഹനങ്ങൾ മറ്റുള്ള ആളുകൾ പേഷ്യൻസിനെ കൊണ്ടുവരുന്ന ആളുകളുടെ വാഹനങ്ങൾ കൊണ്ടുവന്നിടുന്ന സ്ഥലത്ത് തന്നെ ആംബുലൻസ് കൊണ്ടുവന്ന് കിടക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കരുത്. അതിനൊരു സെപ്പറേറ്റ് പ്ലേസ് ഉണ്ടായിരുന്നു അല്ലേ? അത് വേണ്ടേ? കാരണം അവിടെ കൊണ്ടുവരുന്നവരെ പെട്ടെന്ന് അതിൽ നിന്ന് എന്താ പറയാ ഇറക്കാനും അല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്ന് പെട്ടെന്ന് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് വെച്ചാലോ, ഇപ്പൊ അഡക്വേറ്റ് ഫെസിലിറ്റീസ് ഉണ്ടായ ഹോസ്പിറ്റൽ ഇവരെ ചികിത്സിക്കാൻ എമർജൻസി കൊണ്ടുവന്നു, പക്ഷെ അവരുടെ ചികിത്സയ്ക്ക് അനുയോജ്യമായ ഫെസിലിറ്റീസ് നമ്മുടെ ഹോസ്പിറ്റൽസിലില്ല. സോ ദേ ഹാവ് ടു ബി ഷിഫ്റ്റഡ് ടു അതർ ഹോസ്പിറ്റൽ അല്ലെ? വേഗം തന്നെ അവിടെ വേറെ കൊണ്ടുപോകണ്ടേ? അപ്പൊ കൊണ്ടുപോകണമെങ്കിൽ വീണ്ടും ആംബുലൻസിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടി വരും അല്ലെ? കയറ്റേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് അവിടെ അതനുസരിച്ച് പാർക്ക് ചെയ്തിട്ടുണ്ടാവും ആംബുലൻസ്. അപ്പൊ അതിന് പാർക്കിംഗ് ഏരിയ സെപ്പറേറ്റ് വേണം. പിന്നെ എന്താ പറയാ, ഈ കാഷ്വാലിറ്റിക്ക് പ്രോപ്പർ ആയിട്ട് ഒരു എന്താ പറയാ നല്ല ലൈറ്റിംഗ്, അതായത് 24 hours വർക്കിംഗ് ആണ്. അപ്പൊ രാത്രിയിലാണെങ്കിലും അതിങ്ങനെ എന്താ പറയാ ഇപ്പൊ അങ്ങനത്തെ സിസ്റ്റം ഉണ്ടല്ലോ അല്ലെ? ഡിജിറ്റൽ ആയിട്ട് ഇങ്ങനെ എഴുതി തെളിഞ്ഞു പോകുന്ന കാഷ്വാലിറ്റി ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ പെട്ടെന്ന് ആളുകൾക്ക് കാണുന്ന രീതിയിൽ ആ ഒരു എന്താ പറയാ സൈൻ വേണം. അതുപോലെ ആവശ്യത്തിന് സിംബൽസ് അല്ലെ? എന്തെങ്കിലുമൊക്കെ അടയാളങ്ങളോ സൂചനകളോ എന്റെ സ്ഥലത്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സയൻസും അതുപോലെ തന്നെ ലൈറ്റും ഒക്കെ പ്രോപ്പർ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കണം. ഓക്കെ, കൃത്യമായിട്ട്. ക്ലിയറാണോ? 4 പോയിന്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. പെട്ടെന്ന് വിസിബിൾ ആയിരിക്കണം, എവിടെ നോക്കിയാലും കാണാൻ പറ്റണം. റൈറ്റ് സൈഡിൽ നിന്ന് റോഡിന്റെ റൈറ്റ് സൈഡിൽ കൂടി വരുന്നവരായിക്കോട്ടെ ലെഫ്റ്റിൽ നിന്ന് വരുന്നവരായിക്കോട്ടെ എല്ലാവർക്കും പെട്ടെന്ന് വിസിബിൾ ആകുന്ന രീതിയിൽ ഏത് സ്ട്രീറ്റിൽ നിന്ന് തന്നെ നോക്കിയില്ലെങ്കിൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് എന്ന സ്ഥലത്താണ്. അവിടെ ലക്ഷ്യം അങ്ങോട്ടേക്ക് മാത്രം, വേറെ അങ്ങോട്ടോ ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല. ആ രീതിയിൽ പെട്ടെന്ന് ആക്സസിബിളും പെട്ടെന്ന് വിസിബിളും ആകുന്ന രീതിയിലായിരിക്കണം ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. ക്ലിയർ? യെസ്. പിന്നെ it should be close to the medical record departments. ഇനി ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും എന്തിനോട് അടുത്തായിരുന്നത്? നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റും ഇഷ്ടംപോലെ പഠിച്ചു നോക്കി പഠിക്കാനുണ്ട്. തൽക്കാലം പുറത്ത് മുകളിൽ വരുന്നത് മെഡിക്കൽ റെക്കോർഡ്, അതായത് ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ആശുപത്രിയിൽ പോയി, എന്റെ ഡീറ്റെയിൽസ് അവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? നമ്മളുടെ ഇൻഫോർമേഷൻസ്, ഇപ്പൊ ഒരാൾ ഹോസ്പിറ്റൽസിൽ പോയാൽ നമ്മളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് എവിടെ നിന്ന് തുടങ്ങിയാണെന്ന് കളക്ട് ചെയ്ത് നമ്മുടെ രജിസ്ട്രേഷൻ പോയിന്റ്, നമ്മുടെ സാധാ ഭാഷയിൽ പറഞ്ഞ് ചീട്ടെടുക്കുന്ന സ്ഥലം, അതല്ലേ അങ്ങനെയല്ലേ നമ്മൾ പറയാറ് അല്ലെ? ചീട്ടെടുക്കുന്ന സ്ഥലം തുടങ്ങി നമ്മളുടെ റെക്കോർഡുകൾ പലതും അവിടെ ചേർന്നുണ്ട്. നമ്മളോട് മുന്നോട്ട് തന്നെ ചോദിക്കുന്നു, പുതിയതായിട്ടൊരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്യാം, നമ്മുടെ പേര് ചോദിക്കും, നമ്മുടെ അഡ്രസ് ചോദിക്കും, നമ്മുടെ ഏജ് ചോദിക്കും അല്ലെ? കാണുമ്പോ മനസ്സിലാകും, അതുകൊണ്ട് സെക്സ് ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് എഴുതും. അതുപോലെ തന്നെ നമ്മുടെ ഏജ് അത് പറഞ്ഞ് പിന്നെ എന്താ പറയാ, പിന്നെ മൊബൈൽ നമ്പർ അല്ലെ? അവർക്ക് അത് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് നമ്മളൊരു നമ്പർ, കോൺടാക്ട് നമ്പർ ചോദിക്കും. അപ്പൊ ഈ ഡീറ്റെയിൽസ് നമ്മൾ അവിടെ കൊടുക്കും. ആൻഡ് അതിനുശേഷം നമ്മൾ എവിടെ പോകും? ഡോക്ടറെ, ഇന്ന ഡോക്ടറെ കാണാൻ പോണെ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർ എവിടെയാണെന്ന് ചോദിച്ച് നമ്മൾ അവിടെ പോയി വെയിറ്റ് ചെയ്യും. Then we enter the doctor's room. അതിനുശേഷം നമ്മുടെ ടേൺ വരുമ്പോൾ പേര് വിളിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഡോക്ടറെ കാണാൻ ചെല്ലുന്നു. അവിടെ ഡോക്ടർ വീണ്ടും നമ്മുടെ കേസ് ഷീറ്റ് പഠിക്കാൻ അവിടെ റെഡി ആയി വന്നിട്ടുണ്ടാവും അല്ലെ? ഒരു ഷീറ്റിനകത്ത് അത് ഫയലൊക്കെ ആക്കി അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഡോക്ടർ അതിനകത്ത് ഡേറ്റ് ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു? ഡോക്ടർ എന്തൊക്കെയാണോ നമ്മളോട് ചോദിച്ച് ഡോക്ടർക്ക് കണ്ടെത്താൻ പറ്റിയ കാര്യങ്ങളാണെങ്കിൽ അതിനനുസരിച്ച് പ്രിസ്ക്രൈബ് ചെയ്യും. മെഡിസിൻസ് ഇന്ന കാര്യമൊക്കെ എടുത്ത് പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പൊ വീണ്ടും നമ്മളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് അവിടെയും വന്നു. ഇല്ലേ? വന്നോ? ഇല്ലേ? ഉണ്ട്. അവിടെയും റെക്കോർഡായി നമ്മുടെ. അപ്പൊ രജിസ്ട്രേഷൻ പോയിന്റിൽ ചീട്ടെടുക്കുന്ന പോയിന്റിൽ നമ്മുടെ റെക്കോർഡ് വന്നു. ഡോക്ടർ എടുത്ത് വന്നപ്പോ അവിടെ ഒരു വേറെ റെക്കോർഡ് വന്നു. പിന്നെ ഡോക്ടർ പറയാണ്, ഓ ഇതൊക്കെ ഇച്ചിരി കൺഫ്യൂഷൻ ആണ്, എന്താണ് നമുക്ക് നോക്കണമെന്ന്. അപ്പൊ ഒന്ന് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തേക്ക്, അല്ലെങ്കിൽ ഒന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്തേക്ക് എന്നും പറഞ്ഞൊരു സാധനം എഴുതി വേറെ കേസിന് ആരോഗ്യം പലവരും വിളിച്ചിട്ട് അവിടെ കൊടുക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ലാബിന്റെ അവിടേക്ക് പോകുന്നു. നമ്മളുടെ ബ്ലഡാണോ ബ്ലഡാണോ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കും. ബ്ലഡാണെങ്കിൽ അവിടെ തന്നെ എടുക്കുന്നു, യൂറിനാണെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് കൊടുക്കും. അതെന്ത് ചെയ്യും? എന്നിട്ട് അവിടെ ടെസ്റ്റ് ചെയ്യും. എങ്കിലും നമ്മുടെ മറ്റൊരു റെക്കോർഡ് എവിടെ വന്നു? ലബോറട്ടറിയിൽ വന്നു. അന്നില്ലേ? ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്ന സമയത്ത് ഇതുപോലെ പല പല സ്ഥലത്തും നമ്മുടെ പല റെക്കോർഡ്സ് വരുന്നുണ്ട്. ഈ ഓൾ ദീസ് റെക്കോർഡ്സ് ഷുഡ് ബി ക്യാപ്ചർഡ്. അതായത് ഇതെല്ലാം തന്നെ ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യണം? വളരെ എന്താ പറയുക, എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്ത് ഒരു സ്ഥലത്തതിലേക്ക് കൊണ്ട് വെക്കണം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാര്യമില്ല. ഇതെല്ലാം കൂടി അവർക്ക് കോർഡിനേറ്റ് ചെയ്ത് എന്ത് ചെയ്യും? രജിസ്ട്രേഷൻ പോയിന്റിലെയും ഡോക്ടേഴ്സ് വന്നതും അവിടുത്തെ ഇവിടുത്തെ എല്ലാ റെക്കോർഡ്സും ഇത് കോർഡിനേറ്റ് ചെയ്തേക്കോ ഒപ്പിച്ച് ഇതൊരു റെക്കോർഡായിട്ട് നമ്മളുടെ ഒരു പേരില് എന്ത് ചെയ്തു? നമ്മുടെ ഒരു റെക്കോർഡായിട്ട് ഡിപ്പാർട്ട്മെന്റ് സൂക്ഷിക്കും. എന്തിനാ സൂക്ഷിക്കണേ? എന്തിനായിരിക്കും?
പിന്നീട് എപ്പോഴെങ്കിലൊക്കെ വീണ്ടും നമ്മൾ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് പിന്നെയും വരുമ്പോൾ പ്രീവിയസ് റെക്കോർഡ്സ്. ഈ റെക്കോർഡ് പഴയ റെക്കോർഡൊക്കെ ആയിട്ട് പുതിയതിനെ ഒന്ന് നോക്കാം. എന്തിന്? ഈ നേരത്തെ വന്ന രോഗം എന്തായിരുന്നു, ഈ രോഗത്തിന് ഇപ്പൊ വന്നേക്കുന്ന രോഗമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? മേ ബി അങ്ങനെ ഉണ്ടാകും ഇല്ലേ? പണ്ട് കുറെ ദിവസം കുറെ മാസങ്ങളിൽ എനിക്കൊരു തലവേദന ഉണ്ടായി, പിന്നെ അതങ്ങോട്ട് മാറിപ്പോയതാ, പിന്നെ ഒരു 5-6 കൊല്ലം വീണ്ടും അത് വരുന്നു. അപ്പൊ ഡോക്ടർക്ക് എന്ത് ചെയ്യും? ആ 5-6 കൊല്ലം മുമ്പ് വന്ന റെക്കോർഡ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെച്ച് നോക്കാം. അപ്പൊ അതിന്റെ നേച്ചർ, അന്ന് എന്തൊക്കെ മരുന്ന് കൊടുത്തു, ഇതൊക്കെ അവർക്ക് അത് നോട്ടത്തിൽ മനസ്സിലാകും. ക്ലിയർ ആയോ? അപ്പൊ ഇതിനെല്ലാം വേണ്ടി ഫോർ ഫ്യൂച്ചർ അസസ്മെന്റിനും ക്രോസ് ചെക്കിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് all the medical records are kept in the hospitals in the medical record departments. അപ്പൊ ഇതൊക്കെ എവിടേക്കും? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക്. അത് വെറുതെ പറഞ്ഞപ്പോ ഞാനത് പറഞ്ഞതാണ്. അപ്പൊ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന് അടുത്ത് തന്നെ ആയിരിക്കണം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. കാരണം റെക്കോർഡ്സ് ഒക്കെ അവിടെ നിന്ന് ഇവിടേക്കൊക്കെ സൂക്ഷിക്കാനുണ്ട്. പിന്നെ എലവേറ്റേഴ്സ്, ലിഫ്റ്റ് അല്ലെങ്കിൽ മറ്റേ എസ്കലേറ്റർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും അടുത്തുണ്ടാവണം. പെട്ടെന്ന് ഈ എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എവിടേക്കാണോ കൊണ്ടുപോകുന്ന ആളെ അങ്ങോട്ടേക്ക് മാറ്റണമല്ലോ. ഇപ്പൊ മറ്റേ ഓപ്പറേഷൻ തിയേറ്ററിലേക്കോ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണമെങ്കിൽ ലിഫ്റ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ആളെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളുള്ളവരിലേക്ക് മാറ്റണ്ടേ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ അടുത്തായിരിക്കണം. അതുപോലെ തന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അതിന്റെ അടുത്താകാം. പിന്നെ ലബോറട്ടറി, ലാബിന്റെ നേരത്തെ പറഞ്ഞല്ലോ ടെസ്റ്റ് ഒക്കെ ചെയ്യാനൊക്കെ ഉള്ള എളുപ്പത്തിന്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ അടുത്ത് ഇരിക്കുന്നതായിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഓഫ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇങ്ങനെ ഏറ്റവും അടുത്തൊക്കെ ആകുമ്പോൾ എന്താ പ്രത്യേകം പറയാം, നമുക്ക് കുറെ ഓപ്പറേഷണൽ കോസ്റ്റ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. കുറെ ചെലവുകളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇവിടെ കൊണ്ടുപോകുന്നു, അങ്ങനെയുള്ള ചില സമയത്തിന്റെയും ചെലവിന്റെ ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ മിനിമൈസ് ചെയ്യാൻ നമുക്ക് ഇതുപോലെ പറ്റും. മനസ്സിലായി? ഇങ്ങനെയൊക്കെ കറക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്താൽ ക്ലിയർ? മനസ്സിലായോ? ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അതിന്റെ ഡിസൈൻ ചെയ്യേണ്ടതൊക്കെ. ഓക്കെ, യെസ്. അപ്പൊ ഈ ലൊക്കേഷന്റെയും ഇതുപോലെ തന്നെ നിങ്ങൾ ആ പോയിന്റ്സ് എല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ടൊന്നും ടിക്കറ്റ് വെച്ചേക്കാം കേട്ടോ. 6 പോയിന്റും ടിക്കറ്റ് വെച്ചേക്കാം. അതിലൊന്നും വലിയ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമാണ് അല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോ? ഇനി കൺഫ്യൂഷൻസിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഫീൽ ചെയ്യുന്നുണ്ടോ? പഠിപ്പിക്കുന്നതിലാണ് ചോദിച്ചത്. Everything clear? Okay, very good. Okay, അപ്പൊ ടിക്കറ്റ് വെച്ചേക്കാം 6 പോയിന്റ്. യെസ്, താങ്ക് യു. ഫോളോ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോ. ഇനി നമ്മളുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഡിസൈൻ എങ്ങനെയായിരിക്കും, അതിന്റെ ഒരു ഡിസൈനിങ്ങിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ ഓരോ എന്താ പറയാ പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ ബിൽഡിംഗ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡിസൈൻ തയ്യാറാക്കും അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായ ഡിസൈൻ ഉണ്ട്. സി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും എന്താ പറയുക ഷെൽട്ടേർഡ് ആയിരുന്നു എന്ന് വെച്ചാൽ എപ്പോഴും ഒക്കെ കൃത്യമായിട്ട് വയ്ക്കണം. കാരണം എന്ന് വെച്ചാൽ while we are unloading or boarding patients from the ambulance or to ambulance, they should be protected. അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയില്ലേ എന്ന് വെച്ചാൽ നമ്മളുടെ ആംബുലൻസിൽ നിന്ന് അങ്ങോട്ടേക്കും കയറ്റുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭാഗത്തൊക്കെ റൂഫിംഗ് ഇല്ലായെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ വെയിലധികമാണെങ്കിലും മഴയധികമാണെങ്കിലും ഒക്കെ അവര് അങ്ങോട്ടേക്കും ലോഡ് ചെയ്യുമ്പോഴും അൺലോഡ് ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിന്റെ എൻട്രൻസ് കൃത്യമായിട്ട് ഷെൽട്ടേർഡ് ആയിരിക്കും. ഏത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ എൻട്രൻസ് ഭാഗം എന്ന് പറയുന്നത് should be sheltered to protect the ambulance and also the patients from the weather while unloading. എന്നാ പറഞ്ഞിട്ട് അൺലോഡിങ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ അൺലോഡിങ് മാത്രമല്ല, ലോഡ് ചെയ്യുമ്പോഴാണെങ്കിലും അങ്ങോട്ടേക്കും കയറ്റാലോ പേഷ്യൻസിനെ കൊണ്ടുവന്ന് എമർജൻസിയിൽ ഇറക്കാം. അതേസമയം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവിടെ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ അതേപോലെ തന്നെ തിരിച്ചും വേറെ ഏതെങ്കിലും ഹോസ്പിറ്റൽസിലേക്ക് ലോഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും അല്ലേ? എന്ത് പറ്റി? അഫ്സൽ റേഞ്ച് വരെ പോയോ? റേഞ്ച് ഇച്ചിരി ഡൗൺ ആണെന്ന് അറിയുമ്പോ ഒരാൾക്ക് മാത്രമാണെങ്കിൽ ആ ഒരാൾ മാത്രമേ മെസ്സേജ് അയക്കുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവര് അവർക്ക് ഓക്കെ ആണ് കേട്ടോ. അപ്പൊ ഒന്ന് ഇച്ചിരി അങ്ങോട്ടെങ്കിലും ഒന്ന് നീങ്ങിയിരിക്കണേ. ഇരിക്കുന്ന പൊസിഷനിൽ ഒന്ന് നീങ്ങിക്കാണെങ്കിലും ഒന്ന്
എന്താ പറയാ എക്സിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി റീജോയിൻ ചെയ്യാം. ഇത് രണ്ടേതെങ്കിലും ചെയ്താൽ ഓക്കെ ആവും. പെട്ടെന്ന് എക്സിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ഡിസൈനിനെ കുറിച്ച് entrance of the emergency department should be sheltered. വെതർ പ്രോബ്ലംസിനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ. വെതർ കാലാവസ്ഥ തന്നെയാണ് കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ പറഞ്ഞു, മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വെതറിന് മാത്രമേ വാക്ക് അവിടെ ഉപയോഗിച്ചു. വെതറിന് ഉദ്ദേശിക്കുന്നത് മഴയാകാം വെയിലാകാം, രണ്ടും കാലാവസ്ഥയാണല്ലോ. അപ്പൊ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അത്തരം കാലാവസ്ഥകളിൽ ചിലപ്പോൾ പെട്ടെന്ന് ഇത്തരം രോഗാവസ്ഥയിൽ ചിലപ്പോൾ അത്ര രീതിയിൽ നല്ല രീതിയിൽ ഇതാവില്ല. ആളുകൾ ഭയങ്കരമായിട്ട് കുറച്ചുകൂടി ഡൗൺ ആകുകയുള്ളൂ. അപ്പൊ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ പറയുന്ന എമർജൻസി റൂമിന്റെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ എമർജൻസി ഷെൽട്ടർ എന്ന് പറയുന്നത്. പിന്നെ പാർക്കിംഗ് സ്പേസ് ആംബുലൻസിനും അതുപോലെ തന്നെ ആംബുലൻസിൽ മാത്രമല്ല ചിലപ്പോൾ കാറിലൊക്കെ ഭയങ്കര എമർജൻസി പേഷ്യൻസിനെ കൊണ്ടുവരും. അങ്ങനെയുള്ളതൊക്കെ പാർക്ക് ചെയ്യാൻ ആഡക്വേറ്റ് സ്പേസ് റിസർവ് ചെയ്ത് വെച്ചേക്കും. എന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് ബാക്കി പാർക്കുകളൊക്കെ പാർക്ക് ചെയ്ത് അവിടെ കൂടി സൃഷ്ടിക്കാതെ നിൽക്കുക. ആംബുലൻസിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇതുപോലെ പേഷ്യൻസിനെ കാറുകളിലും മറ്റൊക്കെ കൊണ്ടുവരുമ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേകം സ്പേസ് റിസർവ് ചെയ്ത് മാറ്റി വെച്ചിരിക്കണം. മനസ്സിലായോ? Second point, adequate reserved parking space for ambulance and cars for patient. ഹോസ്പിറ്റൽസിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചില പാർക്കിംഗ് സ്പേസ് ഇങ്ങനെ റിസർവ് ചെയ്തിട്ടുണ്ടാവും. ഡോക്ടേഴ്സ് ഓൺലി, സ്റ്റാഫ് ഓൺലി. കണ്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും അങ്ങനെ? സ്റ്റാഫ് ഓൺലി, ഡോക്ടേഴ്സ് ഓൺലി എന്നൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ പല സ്ഥലത്തും അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് അവർക്ക് വേണ്ടിയിട്ട് മാത്രം, അവരുടെ സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ഡോക്ടേഴ്സിന് മാത്രം പാർക്ക് ചെയ്യാം. ഇവിടെ ഇതേപോലെ തന്നെ ഒരു റിസർവേഷൻ എന്തെങ്കിലും വേണം. ഇതുപോലെ ആംബുലൻസ് അല്ലെങ്കിൽ പേഷ്യൻസിനെ കൊണ്ടുവരുന്ന കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം റിസർവ് ചെയ്ത് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഓൾസോ സ്പേസ് ഷുഡ് ബി സ്ട്രെച്ചർ. സ്ട്രെച്ചർ പേഷ്യൻസിനെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ആംബുലൻസിലേക്കോ അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന വാഹനത്തിനോ അങ്ങോട്ട് ഇറക്കിയിട്ട് സ്ട്രെച്ചറിൽ കൊണ്ടുവന്ന് കിടക്കും എല്ലാവരും കൂടി. സ്ട്രെച്ചറിൽ വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുക. അപ്പൊ എമർജൻസി യൂണിറ്റിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ സ്ട്രെച്ചറിലേക്ക് അക്കോമഡേറ്റ് ചെയ്തിട്ട് അല്ല കയറ്റേണ്ടി വരും. അപ്പൊ സ്ട്രെച്ചേഴ്സ് ഒരെണ്ണമല്ല രണ്ടെണ്ണമല്ല കുറച്ചധികം ഉണ്ടാകും. അതൊക്കെ ഇടാനുള്ള സ്പേസും റിസർവ് ചെയ്തിരിക്കണം. ക്ലിയർ? adequate space for accommodating structures. പിന്നെ and the last one, ramps for wheelchairs and pedestrian access in case of raised platform. അതായത് ഇപ്പൊ ജനറേഷൻസിനൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് സ്ട്രക്ചർ വേണ്ടി വരില്ല, വീൽ ചെയറിൽ ഇരുത്തിയാൽ മതി. അപ്പൊ ഈ വീൽ ചെയർ ഈ സ്റ്റെപ്പ് ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു മൂവ് അല്ലെ. മൂവ് ചെയ്യാൻ പറ്റുമോ? വീൽ ചെയറിൽ ഒരു പേഷ്യന്റിനെ ഇരുത്തിയിരിക്കുന്നു, വീൽ ചെയറിൽ ഈ സ്റ്റെപ്പുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് വീൽ ചെയർ ഈ സ്റ്റെപ്പിൽ കൂടി കയറ്റാൻ പറ്റുമോ? പറ്റില്ല. അതിന് വേണ്ടിയിട്ട് റാമ്പുകൾ വേണം. റാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? കയ്യിലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ സ്ലാൻഡ് ആയിട്ട് സ്റ്റെപ്പ് ഇല്ലാണ്ട് വേറെ മനുഷ്യൻ പറഞ്ഞ് കയറ്റിക്കൊണ്ടാൻ പറ്റിയ ഇല്ലേ സ്ലാൻഡ് പോലത്തെ സ്ഥലങ്ങൾ അങ്ങനെ വേണം. ഇനി മാത്രമല്ല സെപ്പറേറ്റ് സ്ഥലം പെഡസ്ട്രിയൻസ് നടക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോം, അതായത് ഇവിടെ താഴെ മുകളിലേക്ക് പ്രവർത്തിക്കൊക്കെ പോകണമെങ്കിൽ അവർക്ക് നടന്നു പോകുന്നവർക്ക് ആ രീതിയിലും ഈ വീൽ ചെയർസ് കൊണ്ടുപോകാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ആ രീതിയിലും ഒക്കെ ഇത് കയറി പോകാനുള്ള സൗകര്യവും ഒരുക്കിയിരിക്കണം. റാംസ് ഫോർ വീൽ ചെയർസ് ആൻഡ് പെഡസ്ട്രിയൻസ്. പെഡസ്ട്രിയൻസിനും അതുപോലെ തന്നെ വീൽ ചെയർസിനും ഒക്കെ മൂവ് ചെയ്യാനുള്ള റാമ്പുകൾ ഉണ്ടായിരിക്കും. അത് താഴത്തുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് റേസ്ഡ് ആയിട്ട് ഉയർന്ന പ്രതലത്തിലേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ തള്ളിയും കയറ്റണം. അത് സ്റ്റെപ്പ് ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അതിന് പകരം ഇങ്ങനെയുള്ള റാമ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ക്ലിയർ? അപ്പൊ ഇതാണ് നമ്മുടെ എമർജൻസി ആൻഡ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഡൗട്ട് എന്തെങ്കിലും സംശയമുണ്ടോ ഈ ഭാഗത്ത്? ഓക്കെ ആണല്ലോ? ഉറക്കം വരുന്നുണ്ടോ ആർക്കെങ്കിലൊക്കെ? ഇല്ല, കേട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന ഉറക്കം സമയമാണ്. അപ്പൊ അതൊക്കെ കേട്ട് അയ്യോ എന്തൊക്കെയാണോ ഈ പറയണേന്ന് വിചാരിക്കണ്ടോ? അതൊക്കെ എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അല്ലെ? പഠിക്കണമെന്ന് തോന്നുന്ന കാര്യം. അതാണ് ഞാൻ നേരത്തെ ഒരു മുൻകൂർ ജാമ്യം എടുത്തത്. ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ് കേൾക്കാൻ. എന്താ പറയാ നമ്മൾ ചിലപ്പോ നോട്ടീസ് ചെയ്യാത്ത പല കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ പുതിയതായിട്ട് കേൾക്കേണ്ടത്. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകാത്തവരാരുമില്ല
എല്ലാവരും തന്നെ ഹോസ്പിറ്റൽസിൽ പോയിരിക്കുന്നവരാ അല്ലേ? എന്നിട്ട് പോയിന്റ് ഒന്നുകൂടി പറയണം. ആഡക്വേറ്റ് സ്പേസ് ഫോർ അക്കോമഡേറ്റിംഗ് സ്ട്രക്ചർ ഇല്ല. സ്ട്രക്ചർ ഇല്ലേ, മറ്റേ ചക്രം വെച്ചിട്ട് നീണ്ടിരിക്കുന്ന സാധനം, അടുത്ത് ഇങ്ങനെ കർവഡായിട്ട് പേഷ്യൻസിനെ ആംബുലൻസിൽ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് കിടത്തിയിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ? ആ സാധനം അതിന് പ്രത്യേക സ്ഥലം വേണമെന്ന്. ഒരെണ്ണമല്ല, രണ്ടോ മൂന്നെണ്ണോ ഒക്കെ ചിലപ്പോൾ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടില്. കാരണം ഇവിടെ പെട്ടെന്ന് എമർജൻസിയിൽ പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ ഇതിലേക്കാണ് എടുത്ത് കിടത്തേണ്ടത്. ക്ലിയർ? 4ാമത്തെ പോയിന്റില് റാമ്പുകള്. റാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, ഇപ്പൊ ഈ താഴ്ന്നിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ മുകളിലേക്ക് എങ്ങനെ പോവുക? നമ്മുടെ വീട്ടിലെ താഴ്ത്തം വരെ നമ്മൾ മുകളിലേക്ക് എങ്ങനെ പോവുക? പറ. ഓക്കെ, എന്താ സ്റ്റെപ്പ് ഉണ്ടാവും നമ്മുടെ താഴത്തെ ഫ്ലോറിൽ നിലയിലേക്ക് നമ്മളെങ്ങനെ പോകാം? സ്റ്റെപ്പിലേക്ക് കയറി പോകും. പക്ഷേ ഈ വീൽ ചെയർസ് കനോട്ട് ബി ഗോൺ ലൈക്ക് ദാറ്റ്. അപ്പൊ നമുക്ക് അങ്ങനെ എടുത്തോണ്ട് പോകാൻ പറ്റുന്ന കാര്യമില്ല അല്ലെ? അത് മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം സ്റ്റെപ്പ് അല്ലേ, പറ്റില്ല. അപ്പൊ അതിന് പ്രത്യേകം ഒരു ഭാഗം വേണം. ഈ വീൽ ചെയർക്ക് പലപ്പോഴും പോകാൻ പറ്റിയ റാമ്പുകള് താഴ്ത്തുന്ന മുകളിലേക്ക് നിങ്ങൾ സ്ലാൻഡ് ആയിട്ട് സിമെന്റോ മറ്റു കാര്യമൊക്കെ ഇട്ട് ചരിഞ്ഞ പ്രതലം നമ്മൾ കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റൽസിൽ ചെല്ലുമ്പോ? എല്ലായിടത്തും സ്റ്റെപ്പുകൾ തന്നെയാണ് ഒരു താഴത്തെ സ്ഥലത്ത് മുകളിലേക്ക് പോകാൻ. അല്ല, ചില സ്ഥലത്ത് താഴത്തെ സ്റ്റെപ്പ് ചെയ്ത് മുകളിലേക്ക് എത്തണമെങ്കിൽ താഴത്തെ സ്റ്റെപ്പ് ആയിരിക്കില്ല, ഇതുപോലെ ഇങ്ങനെ സ്ലാൻഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കും. മനസ്സിലായോ? അതെന്ത് ചെയ്യേ? ചില ആളുകളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ മാറ്റിട്ടുണ്ടല്ലോ, അതെന്താണ് അർത്ഥം? വേറെ എന്തെങ്കിലും മാറ്റമുണ്ടോ ഞാൻ പറഞ്ഞതില്? എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഞാൻ വേണമെങ്കിൽ സൗണ്ട് കൺമ്യൂട്ട് ചെയ്യാം. എന്തെങ്കിലും പറയാനുണ്ടോ? സംഭവം മനസ്സിലായോ? റാമ്പ് കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മുഖഭാവം മാറിയ പോലത്തെ ഇമോജിയൊക്കെ പോലെ അതുകൊണ്ടാ ചോദിച്ചു. വേറെ ഇമോജിയുടെ ഷേപ്പ് മറക്കും. എന്താ ചോദിക്കണ അനുഷ? അനുഷ എന്താ ചോദിച്ചത്? അനുഷ, എനിക്ക് ക്ലിയർ ആയില്ല. എന്താ ചോദിച്ചത്? എന്തെന്നാ ചോദിച്ചത്? എന്തിനെ കുറിച്ചാ ചോദിക്കുന്നത്? നമ്മുടെ ബോക്സിലാണ്. അത് നമുക്ക് മൈൻഡ് ചെയ്യണ്ട. ഞാനും എവിടെ എന്തോ കണ്ടു. അതെ അതെ, റാമ്പ് ഉണ്ട്. ഓക്കെ, എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ട് റാമ്പ്. അവിടെ വേറെ എന്തോ അതിന്റെ ഇടയിൽ ചാറ്റ് വന്നു, അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ജസ്റ്റ് ലീവ് ഇറ്റ്. നമ്മുടെ ടോപ്പിക്കില് ഞാനിപ്പോ വീൽ ചെയർന്നോ റാമ്പെന്നോ അത് കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. ഞാൻ അതുകൊണ്ടാണ് നമ്മളുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലല്ലോ. എല്ലാ ഹോസ്പിറ്റലിനോ വീൽ ചെയർന്നോ റാമ്പെന്നോ ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മൾ പറയുന്ന ടോപ്പിക് ആണല്ലോ അവിടെ വന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പൊ എനിക്ക് തോന്നി അതെന്തോ മിസ് ആയിട്ട് വന്നിരിക്കുന്നതാണ്, തെറ്റി വന്നതാണ് കേട്ടാ. പോയിന്റ് ആണെന്ന് കരുതി. അനുഷ അത് വേറെ പോയിട്ടാന്ന് വിചാരിച്ചത്. നമ്മുടെ ബുക്കിലില്ലാത്ത പോയിന്റ് വേറെ ആരും കൂട്ടി ചേർക്കുമെന്നാണ് അനുഷ വിചാരിച്ചത്. ഓക്കെ, നമുക്ക് ഇഷ്ടത്തിന് ആവശ്യത്തിന് ഇവിടെ ആഡ് ചെയ്യാൻ വേറെ ഇതിന് വേണ്ട. ഉള്ളത് തന്നെ നമുക്ക് പഠിക്കാനായിട്ട് ഇനി സമയം വേറെ കണ്ടെത്തേണ്ടി വരും. ആ നിലയ്ക്കാണ് നമ്മൾ ഇത് വേറെ പോയിന്റ് ആഡ് ചെയ്യുന്നത്. അതെന്തോ വേറെ എന്തോ ഒഫീഷ്യൽ മാറ്റർ വന്നതാണ്. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. സ്വാഭാവികം. ചിലപ്പോ ഈ പറഞ്ഞ പോലെ ക്ലാസ്സിൽ ഇറങ്ങി ആളുകളുണ്ടായിരിക്കും. കുഴപ്പമില്ല കേട്ടോ, പ്രശ്നമില്ല. ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമൊന്നുമല്ലല്ലോ നടന്നത്. യെസ്, ഓക്കെ. അപ്പൊ ഡിസൈൻ ഇപ്പൊ 4 പോയിന്റ് മനസ്സിലായോ? അപ്പൊ എൻട്രൻസില് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എൻട്രൻസ് ഷെൽട്ടേർഡ് ആയിരിക്കണം ടു പ്രൊട്ടക്ട് ദ പേഷ്യൻസ് ഫ്രം ദ വെതർ കണ്ടീഷൻസ് ബൈ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്. പേഷ്യൻസിനെ കേക്ക് ഉറപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് ആ വെതർ ക്ലൈമറ്റ് അറ്റ്മോസ്ഫിയേഴ്സ് ഒക്കെ അവരെ ബാധിക്കാതിരിക്കണമെങ്കിൽ അവരെ അതിൽ നിന്നും സംരക്ഷിക്കാൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മുൻവശം ഷെൽട്ടർ ചെയ്തിരിക്കണം. ആഡക്വേറ്റ് സ്പേസ് എന്തിനു കൊടുത്തിരിക്കണം? ആംബുലൻസിനും അതുപോലെ തന്നെ പേഷ്യൻസിന്റെ കാറുകളൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനുമുള്ള ആഡക്വേറ്റ് സ്പേസ് റിസർവ് ചെയ്തിട്ടിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ട്രെച്ചസ് അക്കോമഡേറ്റ് ചെയ്യാനും നമ്മൾ ആഡക്വേറ്റ് സ്പേസ് ഉണ്ടായിരിക്കണം. ലാസ്റ്റ് വീൽ ചെയറുകൾ, അതുപോലെ തന്നെ പെഡസ്ട്രിയൻസ് നടക്കുന്ന ആളുകൾക്കൊക്കെ ഒരു താഴത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും റേസ്ഡ് പ്ലാറ്റ്ഫോമിലേക്ക് മൂവ് ചെയ്യാനുള്ള റാമ്പുകളും ഉണ്ടായിരിക്കണം. ഇങ്ങനെയാണ് 4 പോയിന്റ്. ഇനി ബുദ്ധിമുട്ടില്ലല്ലോ, നമുക്ക് കൃത്യമായിട്ട് 4 പോയിന്റ് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ പറയാ, സ്പേസ് ഡിറ്റർമിനൻസ് ഫോർ പ്ലാനിങ്. മേജർ ആയിട്ടുള്ള ഫങ്ഷണൽ ഏരിയാസ് എന്ന് വേണമെങ്കിൽ പറയാം.
ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മേജർ ഫങ്ഷണൽ ഏരിയാസ് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെയാണ് നടത്തുക. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ്. ആംബുലൻസിന് കയറി വരാൻ ആംബുലേറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ആംബുലൻസിന് കയറി വരാനുള്ള എൻട്രൻസും ആംബുലേറ്ററിന് കയറി വരാനുള്ള എൻട്രൻസ്. ആംബുലേറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? അത് കിടപ്പിലല്ലാത്ത നടന്നു വരാൻ പറ്റുന്ന ആൾക്കാർക്ക് മനസ്സിലായി. അപ്പൊ രണ്ടിനുള്ള എൻട്രൻസ് നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ആ പ്ലാനിങ്ങിൽ ഈ പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. മനസ്സിലായോ? ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ്. ആംബുലേറ്ററി എന്ന് പറഞ്ഞാൽ നടന്നു വരാവുന്ന പേഷ്യൻസ്, അതായത് കിടപ്പിലല്ലാത്ത പേഷ്യൻസ്, അതാണ് ആംബുലേറ്ററി പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ. അതായത് നടന്നു വരാനുള്ള എൻട്രൻസ് അതുണ്ടായിരിക്കും. പിന്നെ ഒരു റിസപ്ഷൻ ഓർ ട്രയേജ് ഓർ വെയിറ്റിംഗ് ഏരിയ. റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യൻസിനൊക്കെ എങ്ങനെ സ്വീകരിക്കാം, കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യൻസിനെ നമ്മൾ റിസീവ് ചെയ്യില്ലേ, അതിനൊരു റിസപ്ഷൻ ഏരിയ. പിന്നെ മാത്രമല്ല അല്ലെങ്കിൽ ഒരു ട്രയേജ് ഏരിയ. ട്രയേജ് എന്താ? സോർട്ടിംഗ് ഓഫ് പേഷ്യൻസ് ആണ്, പേഷ്യൻസിനെ തരംതിരിക്കുന്ന. പക്ഷെ എന്താ? പേഷ്യൻസ് ആർ ബ്രോട്ട് ഇൻ ടു ദ കാഷ്വാലിറ്റി ഓർ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. The patients have to be triaged according to the preference of treatment given. അവർക്ക് കൊടുക്കേണ്ടി വരുന്ന ട്രീറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ പേഷ്യൻസിനെ നമുക്കൊന്ന് സോർട്ട് ചെയ്യേണ്ടി വരും. ഇത് സോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, തരംതിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശാരെല്ലാം കൂടുതൽ അവർക്ക് ആദ്യം ട്രീറ്റ്മെന്റ് കൊടുക്കാണോ? നോ, നെവർ. പിന്നെന്താ? ഏറ്റവും ആദ്യം ട്രീറ്റ്മെന്റ് വേണ്ട, ഏറ്റവും കാഷ്വാലിറ്റി ആയിട്ടുള്ള വന്നിരിക്കുന്ന അത്യാഹിത രീതിയിൽ വന്നിരിക്കുന്ന ആളുകളെ നമ്മൾ ആദ്യം വിളിക്കുന്നത് അല്ലെ. അങ്ങനെയുള്ള ട്രയേജാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും എന്താ പറയാ, ആവശ്യമായിട്ട് വരുന്ന ട്രീറ്റ്മെന്റ് ഏറ്റവും ആദ്യം ആവശ്യം വരേണ്ട പേഷ്യന്റ് ആരാണോ അവരെ നമ്മൾ ആദ്യം നോക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്തത് അല്ലെ. ഏറ്റവും മെഡിക്കൽ കെയർ ഏറ്റവും അത്യാവശ്യം വേണ്ടവർക്ക് ആദ്യം. അതിനെ അങ്ങനെ സോർട്ട് ചെയ്യുന്നതിന് നമ്മൾ ഇതിന്റെ പേരാണ് ട്രയേജ്. മനസ്സിലായ? അപ്പൊ ഒരു ട്രയേജ് ഏരിയ അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് ഏരിയ. ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ആള് ഏറ്റവും അത്യാവശ്യം മെഡിക്കൽ ട്രീറ്റ്മെന്റ് വേണ്ടവരെ ആദ്യം നമ്മൾ കാഷ്വാലിറ്റിയിലേക്ക് വിടുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അങ്ങനെ പ്രിഫറൻസ് അനുസരിച്ച് കയറ്റി വിടും. അപ്പൊ ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ടേ? സോ ദർ ഷുഡ് ബി എ വെയിറ്റിംഗ് ഏരിയ. അപ്പൊ ഒരു റിസപ്ഷൻ ഏരിയ അല്ലെങ്കിൽ ട്രയേജ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ ഒക്കെ നമ്മുടെ ഫങ്ഷണൽ ഏരിയ ആണ് ഇതിന്റെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഒരായോ? പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, മറ്റ് മറ്റു കാര്യങ്ങൾ കണക്കല്ല, മറ്റ് മാനേജ്മെന്റുപരമായിട്ടുള്ള കാര്യങ്ങൾ. പേഷ്യൻസിനെ കൊണ്ടുവരുന്നു, അവർക്ക് അവരെ എവിടെയൊക്കെ മാനേജ് ചെയ്യണം, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് അവരെ എവിടേക്ക് വിടണം, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വിടണോ, അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഐസിയുലേക്ക് കയറ്റണോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള തീരുമാനവും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള ഏരിയ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ കേട്ടോ. നമ്മൾ HR-കാര്, അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മാനേജ്മെന്റുമായിട്ടൊക്കെ ആലോചിച്ച് മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ട്. പിന്നെ ഒരു റെസിസിറ്റേഷൻ ഏരിയ, പുനരധിവാസം, പുനരുജ്ജീവനം കൊടുക്കുന്ന, അതായത് ഒരു എന്താ പറയാ, ഇവിടെ ഇപ്പൊ എന്താ പറയാ, നമ്മള് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകും എന്ന് വെച്ചാൽ ചിലപ്പോ ഭയങ്കര മരണത്തോട് മല്ലടിക്കുന്ന ഒരാളേക്ക് കൊണ്ടുവന്നത് അല്ലെ. പക്ഷെ നമ്മൾ അവർക്ക് വേണ്ട കൃത്യസമയത്ത് എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുത്തതിന്റെ ഫലമായിട്ട് നമ്മൾ അവരെ പുനർജീവിപ്പിച്ചു അല്ലെ. അപ്പൊ അതിന് അങ്ങനെയുള്ളവരെ മാറ്റാനുള്ള ഏരിയ റെസിസിറ്റേഷൻ ഏരിയ. അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്, റെസിസിറ്റേഷൻ ഏരിയ. ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ്, റിസപ്ഷൻ, ട്രയേജ് അല്ലെങ്കിൽ വെയിറ്റിംഗ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, റെസിസിറ്റേഷൻ ഏരിയ. പിന്നെ ഏതാണ്? അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ. അക്യൂട്ട് ട്രീറ്റ്മെന്റ് സെക്കൻഡ് പോയിന്റ് ആണ്. എന്തായിരുന്നു? റിസപ്ഷൻ. റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാവർക്കും ഒരു റിസപ്ഷൻ ഉണ്ടാവാറുണ്ട് അല്ലെ. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ റിസപ്ഷൻ ഒരു കൗണ്ടർ കാണൂലേ, റിസപ്ഷൻ. അതെ, നമ്മളുടെ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും ചെന്ന് എന്താ പറയാ, അവർക്ക് ആരെങ്കിലും കാണാനോ എന്ത് കാര്യമാണോ ആ ഓഫീസിൽ നമുക്ക് നേടാനുള്ള ശരിയാക്കാനുള്ളത് എന്ന് വെച്ചിട്ട് നമ്മൾ എൻക്വയറി ഒക്കെ ചെയ്യുന്ന സ്ഥലം റിസപ്ഷൻ ഏരിയ അല്ലെ. അപ്പൊ അതുപോലെ ഇവിടെ പേഷ്യൻസിനെ റിസീവ് ചെയ്യാനുള്ള കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ എളുപ്പം നമ്മൾ റിസീവ് ചെയ്യണം. എന്നിട്ട് അവരെ സോർട്ട് ചെയ്യണം. എന്നിട്ട് സോർട്ട് ചെയ്തിട്ട് പ്രിഫറൻസ് കൂടുതലുള്ള പേഷ്യൻസിനെ വിടുന്നു, ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്യുന്നു അല്ലെ. വെയിറ്റ് ചെയ്യാനുള്ള ഏരിയ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഓരോ ഏരിയസ് ഉണ്ടായിരിക്കണം ആക്സിഡന്റിന്റെ എമർജൻസിയുടെ. ക്ലിയർ? മനസ്സിലായില്ലേ? ഫോർത്ത് പോയിന്റ് റെസിസിറ്റേഷൻ, പുനർജീവനം. പുനർജീവനം പറഞ്ഞ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്നത് എന്തിനാണ്? ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്.
കാഷ്വാലിറ്റി ട്രീറ്റ്മെന്റ് കൊടുക്കാനാണ് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. പെട്ടെന്ന് ചികിത്സ കൊടുക്കും. ആ പെട്ടെന്ന് ചികിത്സ കൊടുത്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം? അവർക്ക് അത് കഴിഞ്ഞിട്ട് അവരെ പുനർജീവനം എന്നാണ് അതിന്റെ പറയാൻ പോകും. അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരില്ലേ. പിന്നെ അവരെ ഒന്ന് റിലാക്സ് ചെയ്യാനോ ചിലപ്പോൾ ഐസൊലേറ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ പർട്ടിക്കുലർ എവിടേക്കാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകം ഏരിയ. ഇവിടെ അധികം നേരം കിടത്താൻ പറ്റില്ല എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. കാരണം വീണ്ടും എമർജൻസി കേസസ് വീണ്ടും കൊണ്ടുവന്നിരിക്കും. അപ്പൊ അവിടെ അധികം നേരം നമുക്ക് അവരെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് അവരെ വികസിപ്പിച്ചിട്ട് എന്താ പറയാ വേറെ സ്ഥലത്തേക്ക് മാറ്റി അടുത്ത സ്ഥലത്തേക്ക് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് വരെ അവരെ അക്കോമഡേറ്റ് ചെയ്യും. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടുള്ള ഏരിയ കാഷ്വാലിറ്റി പേഷ്യൻസിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഏരിയാസ്. ക്ലിയർ? മനസ്സിലായോ? പിന്നെ എന്താണ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ? അതായത് നോൺ ആംബുലേറ്ററി പേഷ്യൻസ് ഒക്കെ ഉണ്ട്. അതായത് ആംബുലേറ്ററി നടന്നും വരാൻ പറ്റാത്ത പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേറ്റസിലൊക്കെ. അവരൊക്കെ നല്ല രീതിയിലുള്ള സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസുമായിട്ട് വരുന്ന അക്യൂട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കണം. അവർക്ക് പെട്ടെന്ന് കെയർ കൊടുക്കണം, നല്ല രീതിയിലുള്ള ചികിത്സ കൊടുക്കണം. അതിന് വേണ്ടി ഉണ്ടായിരിക്കുക. പിന്നെ അതല്ലാത്തവർക്ക് കൺസൾട്ടേഷൻ, അവരെ കൺസൾട്ട് ചെയ്യാൻ ഡോക്ടേഴ്സോ നഴ്സസോ ആരൊക്കെയാണോ അവൈലബിൾ ആകുന്ന രീതിയിൽ അവരെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടി ഒരു ഏരിയ. പിന്നെ മറ്റു സ്റ്റാഫുകളൊക്കെ വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് ഈ ആക്സിഡന്റ് എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫ് ചെയ്യാൻ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ, സ്റ്റാഫിന് വർക്ക് ചെയ്യാനുള്ള ഏരിയ, സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻസ്. മനസ്സിലായോ? ഇതൊക്കെ നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷണൽ ഏരിയാസ് ആണ്. ഫങ്ഷണൽ ഏരിയ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. മറ്റ് ഏരിയാസ് അടുത്തത് വരെ ഉണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും. ഇതുവരെ നോക്കിയാണോ എല്ലാവരും? കഴിഞ്ഞ ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗം നമുക്ക് ബാക്കിയുണ്ടായിരുന്നു. അതിനോടൊപ്പം നമ്മൾ ഇന്ന് പുനർജീവൻ, അതന്നെ റിസസിറ്റേഷന്റെ മെയിൻ അതാണ് പുനർജീവൻ. ഒരാളും മരിച്ചതിന് തുല്യമായിരുന്നു, പക്ഷെ കാഷ്വാലിറ്റിയിൽ കൊടുത്തു പുനർജീവിപ്പിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവരെ കിടത്തുന്ന സ്ഥലം അതിന്റെ ഒരു ഏരിയ വേണം. അപ്പൊ ഇതുവരെ നന്നായിട്ട് വായിച്ചു വരില്ലേ? ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ അല്ലേ? അപ്പൊ ചെയ്തു. അടുത്ത ദിവസം കാണാം. താങ്ക് യു. ബൈ. ട്രയേജ് മീൻസ് ടു സോർട്ട് ഔട്ട്. സോർട്ട് ചെയ്യുക, തരംതിരിക്കുകയാണ്. ട്രീറ്റ്മെന്റ് ആദ്യം വേണ്ടവരെ ആദ്യം പ്രിഫർ ചെയ്യുക. അത് കഴിഞ്ഞ് രണ്ടാമത് അതിനേക്കാൾ സീരിയസ്നെസ് ഇച്ചിരി കുറവായവരെ അടുത്തത്. അങ്ങനെ ആ സീരിയസ്നെസ് അനുസരിച്ച് ചികിത്സ കൊടുക്കുക. അല്ലാണ്ട് വരുന്ന ആളുകളുടെ സമയം നോക്കിയിട്ടല്ല ചികിത്സ കൊടുക്കുന്നത്. ക്ലിയർ? അങ്ങനെ സോർട്ട് ചെയ്യുന്നതിനെയാണ് ട്രയേജ് എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ കൊണ്ടേ അടുത്ത ടീച്ചറോട് പൊട്ടുണ്ട് വാതിലില്. ഓക്കെ, താങ്ക് യു. See you, all of you. Bye. Love.